പറഞ്ഞു കൊടുത്തത്. ജീവിത വിജയം, ധാർമ്മികതയിൽ ഊന്നിയ ഒരു ജീവിത വിജയം, ധാർമ്മികതയിൽ ഊന്നിയ ജീവിത വിജയം എന്നൊരു തലക്കെട്ട് ഞാൻ കൊടുത്തു. അത് ഞാൻ കൊടുക്കാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്റെ അടുക്കലെ ഈ പിള്ളേരുടെ പഠിത്ത പ്രശ്നങ്ങളും ഒക്കെയായി മാതാപിതാക്കൾ വരും. എന്നിട്ട് ഈ മാതാപിതാക്കൾ വന്നേച്ച് കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കൾ അങ്ങനെ പറയൂല്ലോ എന്ന് എനിക്കറിയാൻ വയ്യ, എങ്കിലും ചിലയിടത്തൊക്കെ പറയും. മാർക്ക് കുറവ്, ചിലപ്പം കൂടുതലും കുറവൊക്കെ ഉണ്ടാവൂലേ അല്ലേ? എല്ലാവരും ഇവിടെ 90% കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവരാണോ? 90 മേലുള്ളവരെന്ന് കൈപൊക്കിക്കേ. നല്ല കുഞ്ഞുങ്ങളാ, സത്യസന്ധതയുള്ളവരാ. ഏതായാലും എല്ലാവരുടെ 90 മുകളിലൊന്നും കൈ പൊക്കിയില്ല. നല്ല കാര്യം, അതാ നല്ലത് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും 90 മുകളിലൊന്നും കിട്ടിയെന്നിരിക്കുകയില്ല. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ അപ്പനും അമ്മയും പപ്പായും അമ്മയും പ്രതീക്ഷിക്കുന്ന പോലെ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്കൊരു പ്രയാസം തോന്നും. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയാ നിങ്ങളെ ചിലപ്പോൾ വഴക്ക് പറയും. ഈ വഴക്ക് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖത്തെക്കുറിച്ച് ചിലപ്പോൾ മാതാപിതാക്കൾ അത്രയും മനസ്സിലാക്കിയില്ല. അവരുടെ വിചാരം നിങ്ങളെ ഇങ്ങനെ പറയാവുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ പഠിക്കും, പിന്നെയും മാർക്ക് വാങ്ങിക്കും. പക്ഷെ എന്റെ അടുക്ക് ഈ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി വിഷമം ഉണ്ടാവും. ചില അപ്പനമ്മമാര് പറയുന്നതെന്നറിയാമോ? ഒന്നല്ല, പല അനുഭവങ്ങൾ എനിക്കുണ്ട്. ഈ കൊച്ചുങ്ങൾ വന്നേച്ച് അവരെ ഇരുത്തിക്കൊണ്ടാ പറയുന്നത്, അച്ഛാ ഈ ചെറുക്കനൊന്നും പഠിക്കത്തില്ല കേട്ടോ. ആൺപിള്ളേരെ കുറിച്ച് ആ കൂടുതൽ പെൺകൊച്ചുങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കൊച്ചൊന്നും പഠിക്കത്തില്ല, ഇത് 3 നേരത്തിന് 7 നേരവും തിന്നും കേട്ടോ. ചെല്ലു പറയുന്ന 3 നേരത്തിന് 7 നേരവും തിന്നും കേട്ടോ. അപ്പൊ ഇത് പറയുമ്പോ ചില കൊച്ചു പിള്ളേർ ഇതറിയാമോ? കുനിഞ്ഞിരുന്നോണ്ട് അവര് പറയും ഇനിയും തിന്നും. കാര്യം അവരെ കുറിച്ച് ആകെ പറയുന്ന നല്ല കാര്യം എന്തുവാ? തിന്നുവെന്നാ. പിന്നെ അവരിനി കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അവര് പറയും ഇനിയും തിന്നും. പിന്നെ പറയുന്നത്, അച്ഛാ ടിവിയുടെ മുമ്പിലാ എപ്പോഴും. പിന്നെ പുസ്തകം എടുത്തു നോക്കിയോ ഉറക്കം വരും. ശരിയാ അല്ലേ? ഈ പറഞ്ഞൊക്കെ ശരിയാണോ? കുറച്ചൊക്കെ ശരിയാ അല്ലേ? അപ്പോഴേ ഒരു ദിവസം ഒരു കൊച്ചു 6ാം ക്ലാസ്സിൽ പഠിക്കുക കൊച്ച. ഈ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഈ അമ്മ ഇതെല്ലാം പറഞ്ഞു. ഈ കൊച്ചിനെ ഇരുത്തിക്കൊണ്ടാ പറഞ്ഞു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ. ആ കൊച്ച് പറയുന്ന ഒന്നും പഠിക്കത്തില്ല, TV എപ്പോഴും കാണും, തിന്നാൻ മാത്രം അറിയാം, ഒന്നും ചെയ്യത്തില്ല, എല്ലാം കുറ്റങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഈ അമ്മയോട് ചോദിച്ചു, ഈ കൊച്ചിന് നല്ല കാര്യം വല്ലതും ഉണ്ടോ? അപ്പൊ പറഞ്ഞ, അച്ഛാ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും കേട്ടോ. പിന്നെ വല്ലതും ഉണ്ടോ? അച്ഛാ സൺഡേ സ്കൂളിൽ പഠിക്കും. അപ്പൊ ആ കുഞ്ഞില് പള്ളിയിൽ പോകുന്ന പതിവുണ്ട്, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പതിവുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുക കുഞ്ഞ്, സന്ധ്യയ്ക്കും വെളുപ്പിനെ പ്രാർത്ഥിക്കും. അപ്പൊ ഇത്രയും നല്ല കാര്യങ്ങൾ ആ കുട്ടിയിലുണ്ടെങ്കിലും അമ്മയ്ക്ക് ആ കുട്ടിയെ കുറിച്ച് പരാതിയേ ഉള്ളൂ. എന്തുകൊണ്ടാ പരാതി? മാർക്ക് കുറവാ അല്ലേ? പഠിക്കാനായിട്ട് മാർക്ക് കുറവാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അമ്മയെ മാറ്റി നിർത്തിയിട്ട് ഈ കുട്ടിയെ എടുക്കല് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേ ഈ കുട്ടി, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഈ കൊച്ച് അങ്ങ് കരയാൻ തുടങ്ങി. കൊച്ച എന്നിട്ട് ആ കരഞ്ഞിച്ച് ഞാൻ ചോദിച്ചു, എന്തിനാ മോൾ കരയുന്നേ? ഉടനെ അവൾ എന്നോട് പറഞ്ഞ കാര്യം, എന്റെ മമ്മി എന്നെ എപ്പോഴും കഴുതയെന്നാ വിളിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിന്റെ കൂടെ ആ കൊച്ചു പറയാം, അച്ഛാ ഞാൻ എത്ര പഠിച്ചാലും ഉണ്ടല്ലോ എനിക്ക് 60, 65 ഒക്കെ കിട്ടത്തുള്ളൂ. എന്റെ ചേച്ചി വലിയ മിടുക്കിയായിരുന്നു, ചേച്ചിക്ക് 80, 85, 90 ഒക്കെ എപ്പോഴും കിട്ടും. അതുകൊണ്ട് എന്റെ മമ്മി ചേച്ചി എപ്പോഴും മോളേന്ന് വിളിക്കും, എന്നെ വിളിക്കുന്ന കഴുതയെന്നാ കേട്ടോ. ഇങ്ങനെ ഈ കുഞ്ഞ് സങ്കടമൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ആ കുഞ്ഞിൻ്റെ അടുക്ക് പഠിക്കാനുള്ള കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് പഠിക്കേണ്ട രീതിയൊക്കെ ആ കുഞ്ഞിനോട് കുറച്ച് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിച്ചേച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. കുഞ്ഞുങ്ങളോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ല. ഈ കുഞ്ഞിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ നല്ല കാര്യങ്ങൾ ആ കുഞ്ഞിൻ്റെത് ഉൾക്കൊള്ളാതെ
ഈ കുഞ്ഞിന്റെ മാർക്കിനെ മാത്രം അടിസ്ഥാനം വരുത്തി ജീവിത വിജയത്തെയും വളർച്ചയും അളക്കുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുണ്ട്. എനിക്ക് അതുകൊണ്ട് ഇത്രയും കുഞ്ഞുങ്ങളോട് ഒരു ചിന്ത, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ കിട്ടിയാലും ഇല്ലേലും എനിക്ക് പറയാനുള്ള ഒരു ആശയം എന്റെ മനസ്സിൽ വന്നത് പറയാൻ വേണ്ടി ഞാൻ ഈ വിഷയം വെച്ചത്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ മാർക്കല്ല, മാർക്ക് വാങ്ങിക്കരുതെന്നല്ല കേട്ടോ. പിന്നെയും പറഞ്ഞ് ചെയ്തേച്ച് പോയിച്ച് പറയണം, അച്ഛൻ വന്നേച്ച് പ്രസംഗിച്ചേച്ച് പറഞ്ഞു മാർക്ക് വാങ്ങിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല കേട്ടോ. നമുക്ക് കഴിയാവുന്ന അത്രയും വാങ്ങിക്കണം. പക്ഷെ നിങ്ങളൊക്കെ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു മനപ്രയാസമുണ്ട്. എപ്പോഴും നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകത്തില്ലെന്നും നിങ്ങൾക്ക് വലിയ നേട്ടം ഉണ്ടാകത്തില്ലെന്നും നിങ്ങൾ മോശക്കാരാണെന്നും ഒക്കെ ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തോന്നും. എനിക്ക് പറയാനുള്ളത്, ഈ കുഞ്ഞുങ്ങൾ ആരും ഒരു വിധത്തിലും മോശക്കാരാണെന്ന് തോന്നരുത്. ഒരു കാര്യം വേണം, ധർമ്മം വേണം, മൊറാലിറ്റി വേണം, ധാർമ്മികത വേണം. ഈ ധാർമ്മികത ഉണ്ടെങ്കിൽ ആരും പരാജയപ്പെടുകയില്ല. മാർക്കിനകത്ത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്ന് വിചാരിച്ചാൽ പറ്റുമോ? എല്ലാവർക്കും IAS കാരനാകാൻ ഒക്കുവോ? എല്ലാവർക്കും ഡോക്ടർമാരാകാൻ ഒക്കുവോ? എല്ലാവർക്കും എഞ്ചിനീയർമാരാകാൻ ഒക്കുവോ? എല്ലാവരും ഡോക്ടർമാരാകണോ? എല്ലാവരും ഡോക്ടർമാരായ പിന്നെ നേഴ്സുമാർ വേണ്ടായോ? അല്ലേ? ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളിനെ ആശുപത്രിയിൽ കൊണ്ടുവരാന് വണ്ടി ഓടിക്കാൻ ആംബുലൻസ് ഡ്രൈവർ വേണ്ടായോ? ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലായി ഓട്ടോറിക്ഷ ഡ്രൈവർ വേണ്ടായോ? എന്തോ ഒന്ന് പറഞ്ഞ്. ഓട്ടോറിക്ഷ ഡ്രൈവർ വേണോ? ഇവിടെ വേണം. ബസ് ഓടിക്കുന്നവർ വേണോ? വേണം. കൃഷിക്കാർ വേണോ? എല്ലാരും വേണം, അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവര് അന്നായി ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ആന്നും പറയുന്നുണ്ടല്ലോ പോകേണ്ടത് കേട്ടോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാവരും ആവശ്യമാണ്. എല്ലാവർക്കും എത്തിച്ചേരാൻ ഒക്കുന്ന ഒറ്റ തലമുണ്ട്. അതെന്താണെന്നറിയാമോ? ദൈവമക്കളാകാം, നല്ലവരാകാം. അതൊഴിച്ച് എല്ലാവർക്കും ഒരുപോലെ ആയിത്തീരാൻ ഈ ഭൂമിയിൽ ഒക്കത്തില്ല. ഇപ്പൊ എനിക്ക് ഒരു മെത്രാച്ചനായ കൊള്ളാവുന്നുണ്ട്, പറ്റുമോ ഇനി? പറ്റത്തില്ല. കാര്യം എന്താ? പ്രധാനമായിട്ട് കല്യാണം കഴിച്ചു മക്കളുമായി. അപ്പൊ ഇനി പറ്റുമോ? ഇനി മെത്രാച്ചനാണെന്ന് ആഗ്രഹിച്ചാൽ പറ്റുന്ന കാര്യമാണോ? പറ്റത്തില്ല. അപ്പൊ എല്ലാവർക്കും എല്ലാം ആയിത്തീരാൻ ഈ ഭൂമിയിൽ ഒക്കുവോ? ഒക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പരാജയമാണെന്ന് വിചാരിക്കണോ? വേണ്ട. നമ്മൾ ദൈവമക്കളായി തീർന്നാൽ, ദൈവ സ്വഭാവമുള്ളവരായി തീർന്നാൽ, ധാർമ്മികതയുള്ളവരായി തീർന്നാൽ ആരും പരാജയമല്ല. ഇത് ഞാൻ പറയുന്നതിന് കാരണം, ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ എല്ലാവരും ഒത്തിരി മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണെന്നറിയാമോ? നിങ്ങൾക്കൊക്കെ നേടിയെടുക്കാൻ ഒക്കുന്നത്, ചില കുട്ടികൾ വല്ല മിടുക്കരായിട്ട് നേടും. ചിലരാണെന്നുണ്ടെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്ക് വാങ്ങിച്ച് എൻട്രൻസിലൊക്കെ അഡ്മിഷൻ കിട്ടി IIT പോയി, അല്ലെങ്കിൽ അതുപോലെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ പോയി. ചിലര് വലിയ എഞ്ചിനീയേഴ്സായി, ഡോക്ടേഴ്സായി, IAS ആയി, IPS ആയി, കുറെ പേര് വിദേശങ്ങളിൽ പോയി. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിത്തീരാൻ ഒക്കുവോ? ആയിത്തീരാത്തവരെല്ലാം മോശക്കാരാണോ? അല്ല. പക്ഷെ നമ്മുടെ വീടുകളിലും ചിലപ്പോൾ നമ്മുടെ പള്ളിയിലും ചിലപ്പോൾ സൺഡേ സ്കൂളിലും ചിലപ്പോൾ ചെയ്യാറുണ്ട്, മിടുക്കര് പിള്ളേർ മാത്രമാണ് നല്ലവരെന്നുള്ള രീതിയിൽ. സൺഡേ സ്കൂളിൽ അങ്ങനെ പഠിപ്പിക്കുന്നില്ലെങ്കിലും കൂടുതൽ സമ്മാനം കിട്ടുന്ന ആർക്കാ? മാർക്ക് വാങ്ങിക്കുന്ന പിള്ളേരല്ലേ? ഞങ്ങൾ ചിലപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കൂടുമ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ചില പിള്ളേർ പഠിക്കാൻ മിടുക്കരാ, പക്ഷെ അവർ പള്ളി വരത്തില്ല. പക്ഷെ പള്ളി വന്നില്ലെങ്കിലും കൊള്ളാം, പരീക്ഷ എടുക്കുമ്പോഴേ ഇവർ ഭയങ്കര മിടുക്കരാ. സൺഡേ സ്കൂളിലെ പുസ്തകം വെച്ച് നന്നായിട്ട് പഠിച്ച് അവര് പോയി പരീക്ഷ എഴുതും. അവർക്ക് ചിലപ്പോൾ ഫസ്റ്റ് റാങ്കും കിട്ടും. നേരെ മറിച്ച് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരുന്ന ചില പിള്ളേരുണ്ട്. അവരെല്ലാ ആഴ്ചയിലും പള്ളിയിലും പോവും, എല്ലാ ആഴ്ചയിലും സൺഡേ സ്കൂളിലും പോവും. അവർ അർദ്ധവാർഷിക പരീക്ഷ എഴുതും, വാർഷിക പരീക്ഷ എഴുതും. 35 മാർക്കേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ സൺഡേ സ്കൂളിലും പോലും പറയുന്ന ആരാ മിടുക്കരെന്നാ പറയുന്നേ?
പള്ളി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, മാർക്ക് വാങ്ങിക്കുന്ന പിള്ളേർക്കാണ് സൺഡേ സ്കൂളിലാണെങ്കിലും സമ്മാനം കിട്ടുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ ഇടയിൽ പോലും ഒരു ചിന്ത വന്നിട്ടുണ്ട്, ഈ വിജയിക്കുന്നവർ മാത്രം, അവരുടെ ആണ് ലോകം, വിജയിക്കുന്നവർക്കാണ് എല്ലാവിധമായ സൗഭാഗ്യങ്ങൾ, അത്രയും വിജയിക്കാത്തവരൊക്കെ മോശക്കാരാണെന്ന് നമ്മുടെയൊക്കെ ഇന്നത്തെ ലോകത്തിലെ ചില രീതി കൊണ്ട് നമ്മൾ പോലും ധരിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിലും പറ്റിയിട്ടുണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, സൺഡേ സ്കൂളിലും ഇപ്പൊ അംഗീകാരം കിട്ടുന്നത് ദിവസവും സൺഡേ സ്കൂളിൽ വന്ന്, ദിവസവും പള്ളിയിൽ വന്ന്, ദിവസവും 2 നേരം പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള കുഞ്ഞിനാണോ കൂടുതൽ ചിലപ്പോൾ അംഗീകാരം കിട്ടുന്നേ? മറ്റുള്ളവർ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അവര് നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ദിവസവും സൺഡേ സ്കൂളിൽ വന്ന്, ദിവസവും ആരാധനയെ സംബന്ധിച്ച്, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ച് നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പോൾ അല്ലാത്തവരും കണ്ടെന്നിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാം. ഇത് കൊച്ചിലെ മുതലേ നമ്മുടെ മനസ്സിൽ വിചാരിക്കണം. അല്ലാതെ കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ ജീവിത വിജയം. അതിനൊരു അടിസ്ഥാനം വെച്ച്, മാർക്ക് അടിസ്ഥാനം വെച്ച്, ജോലി അടിസ്ഥാനം വെച്ച്, പണം അടിസ്ഥാനം വെച്ച് കുറെ പേരൊക്കെ വിജയിച്ചെന്നും ബാക്കിയുള്ളവർ പരാജയപ്പെട്ടെന്നും ആർക്കും ഒരു ധാരണ വരരുത്. നമ്മളെല്ലാവരും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും വിജയിക്കാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ വിജയിക്കുന്നത് ദൈവം എല്ലാവർക്കും ഒരുപോലെ കാര്യങ്ങൾ തന്നിട്ടല്ല. നമ്മുടെ കൈവിരലോട്ട് നോക്കിയേ, നമ്മുടെ ഈ 5 വിരലും ഒരുപോലാണോ? ആണോ? ഈ 5 വിരലും ഒരുപോലെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ 5 വിരലും ഒരുപോലെ ആയിരുന്നെങ്കിൽ അതുകൊണ്ട് ഗുണമാകുമായിരുന്നോ ദോഷമാകുമായിരുന്നോ? ദോഷമേ ആകത്തുള്ളൂ, അല്ലേ? ഈ 5 വിരലും 5ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പിടിക്കാനും എഴുതാനും ഈ കൈ കൊണ്ട് ഓരോന്നും ചെയ്യാനും. ദൈവം സൃഷ്ടിച്ചത് ഇതിനെ ഒരുപോലെ വേണം ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നല്ലോ. അപ്പൊ ഈ ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ മനുഷ്യർക്ക് വ്യത്യസ്തമായ കഴിവുകൾ കൊടുത്ത് സൃഷ്ടിച്ചിരിക്കുക. അതുകൊണ്ട് ആരും മോശക്കാരല്ല. ഒരു കുഞ്ഞിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് ഒരു കുഞ്ഞ് മോശമാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കരുത്. ചിലപ്പോൾ അറിയാൻ വയ്യ, നിങ്ങളുടെ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞാലും അവർ സങ്കടം കൊണ്ട് പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ അവരോട് ദേഷ്യമൊന്നും പിടിക്കരുത് കേട്ടോ. അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് കരുതി അവർ പറയുന്നുള്ളതേ ഉള്ളൂ. അവിടെ നിങ്ങൾ ദേഷ്യമൊന്നും പിടിക്കരുത്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മോശക്കാരാണെന്നോ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമില്ലെന്നോ നിങ്ങൾ വിചാരിക്കരുത്. ഈ ആശയം ഞാൻ പറയാൻ വേണ്ടി ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്കുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. യേശുദമ്പുരാന്റെ ബാല്യകാലത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഏതാണെന്നറിയാവോ? എന്താ? യേശുദമ്പുരാൻ പെസഹ പെരുന്നാളിന് യെരുശലേം ദേവാലയത്തിൽ പോയി. എല്ലാവർക്കും അറിയാവല്ലോ അല്ലേ? വേദഭാഗം അറിയാവോ? അത്രേ ഓർക്കുന്നില്ല അല്ലേ? ഏത് സുവിശേഷമാണെന്നറിയാവോ? വിശുദ്ധ മത്തായി. അറിയാവുന്നവരുണ്ട്. പിന്നെ ബാക്കിയുള്ള പേരോട് പറ. വിശുദ്ധ മത്തായിൽ അല്ലെങ്കിൽ വേറെ ഏതായിരിക്കും? വിശുദ്ധ ലൂക്കോസിൽ. അതല്ലെങ്കിൽ മാർക്കോസിൽ അല്ലേ? അതും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും അല്ലേ? എന്നാലും ഒന്ന് ഏതിലായിരിക്കും? ഒന്നോടൊന്ന് ഓർക്കെന്ന് പറഞ്ഞു. ഏതിലാ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ആ സംഭവം പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ അധ്യായം 41 മുതലുള്ള വാക്യങ്ങളില് യേശുദമ്പുരാൻ കുഞ്ഞായിരുന്നപ്പോ 12 വയസ്സായപ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. നമുക്ക് കർത്താവിന്റെ ബാല്യത്തെ കുറിച്ച് ഒറ്റ സംഭവമേ നമുക്ക് വേദപുസ്തകത്തിൽ കിട്ടുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. വേറെ ഒത്തിരി കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈയിടെ ഒന്ന് വായിച്ചു, യേശുദമ്പുരാന്റെ ബാല്യകാലത്തെ കുറിച്ച് ഒന്ന് വായിച്ചു. അത് നെറ്റിനകത്തില് ജോസഫ് ദ കാർപ്പന്റർ എന്നും പറഞ്ഞ് ഞാൻ ഈ നീതിമാനായ ജോസഫിനെ കുറിച്ച് ഈയിടെ ഒരു പ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു നെറ്റിനകത്തിൽ ഇങ്ങനെ നോക്കിക്കണ്ട് ഒക്കെ വായിച്ചപ്പോൾ കിട്ടിയതാണ്. ഈ ജോസഫ് തച്ചപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ കുരിശുണ്ടാക്കുമായിരുന്നു അതിനകത്ത് എഴുതിയിരിക്കുന്നത്. തച്ചപ്പണിക്കാരനായിരുന്നല്ലോ അല്ലേ? അപ്പൊ ഒരു ദിവസം ഒരു കുരിശുണ്ടാക്കിയിട്ട് ഈ ജോസഫ് ഇരുന്ന് തന്നെത്താനെ കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്.
അപ്പൊ ഈ ബാലനായ യേശു എന്നു ചോദിച്ചു, എന്തിനാ അപ്പൻ കരയുന്നേ? അപ്പോഴേ ഈ ജോസഫ് മറുപടി പറഞ്ഞെന്നാ അതിനകത്ത് എഴുതിയിരിക്കുന്നേ, ഞാൻ ഒത്തിരി കുരിശുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഈ കുരിശ് നല്ല തടി വെച്ച് ഉണ്ടാക്കിയ ഒരു കുരിശാ. ഈ കുരിശ് ചുമന്നുകൊണ്ട് പോകാൻ ഭാരമുള്ളതായിരിക്കും. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി, ഈ കുരിശ് തറയ്ക്കപ്പെടാനായിട്ട് കൊണ്ടുപോകുന്ന ആള് എന്തുമാത്രം വേദന സഹിക്കണം. ഈ കുരിശ്, ഭാരമുള്ള കുരിശൂടെ വഹിക്കേണ്ട വേദന കൂടെ സഹിക്കണമല്ലോ. അത് ഞാൻ ഓർത്തിരുന്ന് കരയാണെന്ന് ഈ ജോസഫ് മറുപടി പറയുന്നതായിട്ടാ. അപ്പോഴീ ബാലനായ യേശു എന്ത് ചെയ്യുന്നറിയാമോ? ആ കുരിശെ കയറി കടന്നു എന്നാണ്. പിന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ആ കുരിശിലാ യേശു ക്രിസ്തുവിനെ കുരിശ് തറച്ചതെന്ന്. ഇതൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല. വേദപുസ്തകത്തിലല്ലാതെ ഉള്ള അപ്പോക്രിഫൽ എന്ന് പറയുന്ന വേദപുസ്തകത്തിലല്ലാത്ത വെളിപാട് പുസ്തകങ്ങൾ എന്ന് പറയുന്ന കുറേയേറെ പുസ്തകങ്ങളുണ്ട്. അതൊന്നും സഭ സുവിശേഷം പോലെ ആധികാരികമായി സ്വീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ ചരിത്രപരമായിട്ട് സ്വീകരിക്കേണ്ട, അതിന്റെയൊക്കെ നല്ല അർത്ഥങ്ങളൊക്കെ എടുത്താൽ മതി. അപ്പൊ ഈ ബാലനായ യേശുവിനെ കുറിച്ച് ഇങ്ങനെ അനേക കഥകളുണ്ട്. അപ്പൊ ഈ ബാലനായ യേശു പെസഹ പെരുന്നാളിന് പോയപ്പോൾ ആ പെസഹ പെരുന്നാൾ സംബന്ധിച്ച ആ കഥയിൽ നിന്ന് എനിക്ക് നിങ്ങളോടൊരു 4-5 കാര്യം പറയാനുണ്ട്. അത് അടിസ്ഥാനമാക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു കാര്യം ആദ്യം ചോദിക്കട്ടെ, ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എപ്പോഴാ നമ്മൾ നിശ്ചയിക്കുന്നേ? ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാ? 5ാം ക്ലാസ്സിലെ പരീക്ഷ ആയപ്പോ ജീവിത വിജയം ആയോ? ഇല്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷ ആവുമ്പോഴോ? 10ാം ക്ലാസ്സിലെ പരീക്ഷ ആവുമ്പോഴേ കുറച്ചൊക്കെ ആയെന്ന് പറയാം, അല്ലേ? കാര്യം പിള്ളേരെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന 10ാം ക്ലാസ് വരുമ്പോഴാ, അല്ലേ? 10ലോട്ട് കയറുമ്പോഴേ വിജയമില്ല. ഇല്ലാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ്സിലെയാണ് നമ്മള് വിജയമായിട്ടൊക്കെ കുറച്ചിപ്പൊ കൊണ്ടാടുന്നത്. ഇനി ഇച്ചിരി കഴിയുമ്പോഴേ 10 കഴിഞ്ഞിപ്പോ 12ാം ക്ലാസ് ആണ് ഇനിയും എല്ലാത്തിന്റെ അടിസ്ഥാനമാകാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനിയും 12ാം ക്ലാസ് ആയിരിക്കാം കൂടുതൽ പ്രാധാന്യം വരുന്നത്. എന്നാൽ ഇപ്പോഴും 10ാം ക്ലാസ് ആണ് ഏറ്റവും പ്രധാനം, അല്ലേ? 9ാം ക്ലാസ് കഴിയുമ്പോഴേ മാതാപിതാക്കൾ പിള്ളേരോട് പറയും, അല്ലേ? 9ാം ക്ലാസ്സിലെ അവധി കഴിയും, അവധി അങ്ങോട്ട് 9ാം ക്ലാസ്സിലെ പരീക്ഷ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തെ ആ സമയം മുതൽ പറഞ്ഞു തുടങ്ങും, അല്ലേ? അപ്പനും അമ്മയൊക്കെ പറയും. സാധാരണ അമ്മമാരാ പറയുന്നേ, മോനെ 10ലാണ് സൂക്ഷിച്ചോണം, അല്ലേ? എല്ലാവരും പേടിപ്പിക്കാൻ തുടങ്ങും. പിന്നെ വല്ല അയൽക്കാർ വീട്ടിൽ വന്നാലോ അവരും വെറുതെ വിടത്തില്ല കേട്ടോ. അവർ ചോദിക്കും, ഈ വീട്ടിലെ പിള്ളേരൊക്കെ എത്തല്ല പഠി? അയ്യോ, ഞങ്ങളുടെ മൂത്ത മോള് സുനിമോള് 10ലായി, ഇനി അവള് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോവാ. അപ്പൊ അയൽക്കാർ വിളിച്ചു, അയ്യോ മോളെയും വിളിച്ചേ, മോളത്തല്ല 10ല. അയ്യോ 10ലാണോ? സൂക്ഷിച്ചോണം, അല്ലേ? പേപ്പട്ടി വരുമെന്ന് പറഞ്ഞ പോലെ ഭയങ്കര പേടിപ്പീര, സൂക്ഷിച്ചോണം. അപ്പോഴത്തേക്ക് ഉച്ചങ്ങൾക്ക് വെപ്രാളം കൂടുക. പിന്നെ ഈ ബസ് യാത്ര ചെയ്യാമെങ്കിലോ വണ്ടിയിൽ ഇരുന്ന് അടുത്തിരിക്കുന്നവരും ചോദിക്കും, അല്ലേ? മോൻ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അത് ഞാൻ മാക്കാങ്കുന്നില്ല അല്ലെങ്കിൽ മൈലപ്രായില്ല. 10ാം ക്ലാസ്സിലാ പഠിക്കുന്നേ? മോളെത്തല്ല പഠിക്കുന്നേ? 10ല. അയ്യോ 10ലാണോ? സൂക്ഷിച്ചോണം. ഇങ്ങനെ പിള്ളേരെ അങ്ങോട്ട് പേടിപ്പിക്കുന്ന. അപ്പോ ഈ 10ാം ക്ലാസ് കഴിയുമ്പം വിജയമാവെന്ന് വിചാരിക്കും. പക്ഷെ 10ാം ക്ലാസ് കൊണ്ട് വിജയമായോ? ഇല്ല. പിന്നെ 12ാം ക്ലാസ് ആയി. 12ാം ക്ലാസ് കൊണ്ട് വിജയമായോ? ഇല്ല. പിന്നെ ചിലപ്പോഴേ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ കിട്ടുമ്പോൾ വിജയമായോ? ഇല്ല. പിന്നെ പാസ്സാകണം. പാസ്സാകുമ്പോൾ വിജയമായോ? ഇല്ല. എഞ്ചിനീയറിംഗിന് പഠിച്ച് ചിലർക്ക് ക്യാമ്പസിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്ത് ചിലർക്ക് നല്ല കമ്പനി ജോലി കിട്ടി, വേറെ ചിലർക്ക് അത്രയും നല്ല ജോലി കിട്ടിയില്ല. അപ്പൊ അവിടെ വിജയിച്ചത് ആരാ? ക്യാമ്പസ് സെലക്ഷൻ കിട്ടി പോയവര് വിജയിച്ചു. ബാക്കിയുള്ളവർ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ട് അവർ വിജയമായോ? ഇല്ല. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ജീവിത അവസാനം വരെ ചെല്ലുമ്പോഴും വിജയിച്ചതായിട്ട് ആർക്കും തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിജയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എങ്ങനെയാണെന്നറിയാമോ? ഓരോ ദിവസവും വിജയമാകണം. അല്ലാതെ ഇന്ന് പരാജയമായിട്ട് നാളെ വിജയം എന്നുള്ളതല്ല. നമുക്ക് എല്ലാ ദിവസവും വിജയമാകണം. ആ എല്ലാ ദിവസവും വിജയമാകുന്ന
ഒരു ചിന്തയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അല്ലെങ്കിൽ വരുന്ന കുഴപ്പമെന്നറിയാമോ? നമുക്ക് ഒരിക്കലും വിജയിക്കാൻ ഒക്കത്തില്ല. ചില കാര്യങ്ങൾ വിജയിക്കും, അടുത്ത പ്രാവശ്യം തോക്കും. അത് കഴിഞ്ഞ് പിന്നൊന്ന് വിജയിക്കും, പിന്നെയും തോക്കും. ചില ആള് എല്ലാം നല്ല ഉദ്യോഗം കിട്ടിയെന്നിരിക്കും. ഞാൻ കോട്ടയത്ത് ഒരു വർഷം ഒരു ഹോസ്റ്റലില് വാർഡനായിട്ട് പ്രവർത്തിച്ചായിരുന്നു. അന്ന് അവിടെ മിടുക്കനായൊരു കൊച്ചനുണ്ടായിരുന്നു. അവൻ MBBS പഠിക്കുക കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഏകദേശം ഒരു 35 വർഷങ്ങൾക്ക് മുമ്പാ. എനിക്ക് നല്ലവണ്ണം അറിയാവുന്ന കൊച്ചൻ. അവൻ ഭയങ്കര മിടുക്കനായിരുന്നു. അവന് MBBS അവന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി. ഇന്നത്തെ പോലുള്ള അന്ന് 3-4 മെഡിക്കൽ കോളേജേ ഉള്ളൂ. കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം, കോഴിക്കോട് 4 മെഡിക്കൽ കോളേജേ ഉള്ളൂ. സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഒന്നും അന്നില്ല. അപ്പൊ ഇവന് മെറിറ്റിൽ കിട്ടിയതാ ഈ കൊച്ചൻ. ഇവന് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയിട്ട് MBBS പാസ്സായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് പോയി. ഞാൻ വേറെ പഠിക്കാം. പക്ഷെ ഇവനുമായിട്ട് എനിക്ക് വല്ലപ്പോഴും കറസ്പോൺസ് ഒക്കെ ഉണ്ട്. അവൻ എഴുത്തയക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ദാരുണമായ സംഭവം പിന്നീട് ഉണ്ടായി. എന്തെന്നറിയാമോ? ഇവൻ MBBS കഴിഞ്ഞിട്ട് MDക്ക് പരീക്ഷ എഴുതാൻ പോയി. MD എന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ? MBBS കഴിഞ്ഞിട്ട്, MBBS എന്ന് പറഞ്ഞ ഒരു ഗ്രാജുവേഷൻ ലെവലല്ല, MD എന്ന് പറഞ്ഞ മാസ്റ്റർ ഡിഗ്രിയാണ്. അപ്പൊ അതിലോട്ട് പരീക്ഷ എഴുതാൻ പോയി. അവൻ പോയി ടെസ്റ്റ് എഴുതി. പക്ഷെ MDക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോഴേ ഇവന് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പൊ ഒത്തിരി പിള്ളേരുണ്ട്. അതുകൊണ്ട് അവന് സീറ്റ് കുറവാണ്. അതുകൊണ്ട് അവൻ മണ്ടനായിട്ടൊന്നുമല്ല. പക്ഷെ അവന് MDക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഈ കൊച്ചിന് എന്ത് ചെയ്യുന്നറിയാമോ? അന്ന് രാത്രി അവൻ ഫാനിൽ കെട്ടിച്ചു തൂങ്ങിച്ചാത്തു. അപ്പോ ഈ കുട്ടിക്ക് വിജയം ഉണ്ടായോ? ജീവിതം വിജയമായിരുന്നോ പരാജയമായിരുന്നോ? പരാജയമായിരുന്നു. എന്നാൽ MBBS വരെ ജയിച്ചില്ലയോ? MBBS വരെ മിടുക്കനായിട്ട് പഠിച്ചു വളർന്നു. പക്ഷെ ജീവിതം മുഴുവനും വിജയിച്ചെന്ന് പറയാൻ ഒക്കുവോ? ഒക്കത്തില്ല. അപ്പൊ നമ്മള് ഈ ജീവിത വിജയം എന്നുള്ളത് നിങ്ങളും ഞാനും കാണേണ്ടത് ഭാവിയിൽ നേടാൻ പോകുന്നതിനെ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല. നമുക്ക് ഓരോ ദിവസവും വിജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കണം. അത് സാധിക്കും. കേട്ടല്ലോ? ആശയം മനസ്സിലായല്ലോ? ജീവിതം നിങ്ങളുടെ മാർക്കിന്റെ പേരിൽ നിങ്ങൾക്ക് ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയാൽ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ പരീക്ഷയെല്ലാം ജയിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതം വിജയിച്ചു എന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇനിയും പല കാര്യങ്ങളുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ജീവിതം വിജയിക്കൂ എന്ന് വെച്ച് നോക്കിയിരുന്നാൽ നമുക്ക് ഒരിക്കലും വിജയിച്ചതായിട്ട് തോന്നത്തുമില്ല. അതുകൊണ്ട് ഏറ്റവും ആവശ്യം എന്നറിയാമോ? ഓരോ ദിവസവും വിജയമായിട്ട് കാണത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കണം. അപ്പൊ അതിന് ഞാന് ഈ പെസഹ പെരുന്നാളിൽ പോയപ്പോഴേ യേശുതമ്പുരാന്റെ ജീവിതത്തെ ചില ആശയങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എങ്ങനെയാ ജീവിത വിജയം എന്നുള്ളത്? യേശുതമ്പുരാൻ പെസഹ പെരുന്നാളിൽ പോയതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങൾക്കുള്ള ആശയമൊക്കെ പറഞ്ഞോ? ഇത് നമ്മൾ സ്വതന്ത്രമായിട്ട് ഞാൻ ചിന്തിച്ച ചില കാര്യം പറയുന്നുള്ളതേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശയം മറുപടിയൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല. കർത്താവിന്റെ ജീവിതം 12ാമത്തെ വയസ്സിൽ പെസഹ പെരുന്നാളിൽ പോയി പെരുന്നാളിൽ പങ്കെടുക്കുമ്പോൾ ആ കർത്താവിന്റെ ജീവിതം നമ്മളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ ഒന്നാമത്തെ കാര്യം യേശുതമ്പുരാന്റെ വിജയത്തിൽ അവിടെ വിജയമായിരിക്കും. കർത്താവിന്റെ ജീവിതം വിജയമല്ലേ എപ്പോഴും? ഒരു സമയത്ത് മാത്രമാണോ കർത്താവിന്റെ ജീവിതം വിജയമാകുന്നത്? ജീവിതം മുഴുവനും വിജയമായിരുന്നു. ജനനം മുതൽ ഉയർപ്പ് വരെയും ജീവിതം മുഴുവനും. അതിനിടയ്ക്ക് കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ കർത്താവിന്റെ ജീവിതം പരാജയമെന്ന് പറയാൻ ഒക്കെയില്ല. എപ്പോഴും വിജയിക്കുന്ന ജീവിതം. അപ്പൊ ആ നിലയിൽ ഈ ബാലന് പെരുന്നാളിൽ പങ്കെടുക്കുമ്പോൾ ആ ബാലന്റെ ചിന്താഗതികളൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഒന്നാമത് പറയാവുന്ന കാര്യം എന്തുവാ? ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞാൽ എന്തോ കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത്? കർത്താവ് ഒരു മറിയാമും യൗസേപ്പും തിരിച്ചു വരുമ്പോൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, എന്താ? ഞാൻ എന്റെ പിതാവിന്റെ ആലയത്തിൽ വസിക്കേണ്ടവനല്ലയോ? അല്ലെ? അപ്പോൾ പിതാവിന്റെ ആലയത്തിൽ വസിക്കുമ്പോൾ നമ്മൾ വിജയത്തിലാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാ. അത് നമുക്ക് പിന്നെ പറയാം കേട്ടോ. അപ്പോൾ പിതാവിന്റെ ആലയത്തിൽ വസിക്കുക, ദൈവത്തോടൊപ്പം വസിക്കുക, അങ്ങനെ വസിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിജയത്തിലാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ദിവസം
ഒരു പരീക്ഷയ്ക്ക് ഒരു മാർക്ക് വാങ്ങിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരാജയമൊന്നും വരത്തില്ല. പക്ഷെ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതൊരു പരാജയമായിട്ട് കാണും. രണ്ടു നേരവും പ്രാർത്ഥിക്കുന്നു, ഒരു ഞായറാഴ്ച ആരാധന മുടക്കാതിരിക്കുന്നു, ദൈവത്തോട് ബന്ധപ്പെടാവുന്ന എല്ലാ രംഗങ്ങളിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നു, അവിടെ നമ്മുടെ വിജയത്തിലാണ്. അതാണ് ധാർമ്മികമായ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ധർമ്മം ഒരു ധർമ്മം എന്നുള്ള വാക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്താ ഈ ധർമ്മം എന്ന് പറഞ്ഞാല്? നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത്രയും മനസ്സിലാകത്തില്ലെങ്കിൽ ഞാനൊരു ആശയം പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ അതിന് ശരി തെറ്റെന്നൊക്കെ വേർതിരിക്കാം. ധാർമ്മികം എന്നുള്ളത് ഇംഗ്ലീഷിൽ മൊറാലിറ്റി എന്നുള്ള വാക്കൊക്കെ ഉണ്ട്. എത്തിക്കല്, മൊറാലിറ്റി, മോറൽ എന്നൊക്കെ ഉണ്ട്. പൊതുവായി നിങ്ങൾക്കിപ്പോ ശാസ്ത്രമൊക്കെ പഠിക്കുന്നതല്ലയോ, അതുകൊണ്ട് ഞാൻ അല്പം ഈ ധർമ്മത്തെക്കുറിച്ച് വേറെ രീതിയിൽ കൊണ്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സൂര്യനെ എവിടാ ഉദിക്കുന്നേ? കിഴക്കുദിക്കുന്നു, അങ്ങനെയാ വിചാരിക്കുന്നത് അല്ലേ? കിഴക്കുദിക്കുന്നൊന്നും അല്ല, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തോന്നല. അതൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ വിചാരിക്കാം. സൂര്യൻ കിഴക്കുദിക്കുന്നു, എവിടെ അസ്തമിക്കുന്നു? പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നാളെ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ എന്തോ ചെയ്യും? കുഴഞ്ഞു പോകത്തില്ലേ? അല്ലേ? ജീവിതത്തിന് കുഴച്ചിൽ പറ്റത്തില്ലേ? സൂര്യൻ നാളെ അസ്തമിക്കാതിരുന്നാലോ, ഇന്ന് അസ്തമിക്കാതിരുന്നാലോ? അല്ല, അസ്തമിക്കുന്നില്ല. മുഴുവൻ സമയം വെളിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ ഒക്കുവോ? ഒക്കത്തില്ല. ഇപ്പൊ ഓണത്തിന് മഴ പെയ്തല്ലേ? ദിവസവും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നാലോ? ഓണം വെള്ളത്തിലാവും. ഓണം മാത്രമല്ല, ഓണമാണോ വെള്ളത്തിലാകുന്നേ? നമ്മളാ വെള്ളത്തിലാകുന്നേ, അല്ലയോ? മനുഷ്യരല്ലേ വെള്ളത്തിലാകുന്നത്, അല്ല ഓണം വെള്ളത്തിൽ പോവും. അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുണ്ട്? ഓരോ കാര്യത്തിനും ഓരോ പ്രത്യേകമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ലോകം നിലനിൽക്കത്തുള്ളൂ, ഇല്ലേ? പ്രപഞ്ചത്തിന് തന്നെ ഒരു നിയമമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഈ സൗരയൂഥം അല്ലേ? സൗരയൂഥം എന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ? ഈ സൗരയൂഥത്തിന് നടുക്കുള്ള ഏതാ? ഈ ഗാലക്സിയുടെ സെന്ററിലുള്ള ഏതാ? ഏതാ? സൂര്യൻ, സൺ. സൂര്യനെ ചുറ്റി എത്ര ഗ്രഹങ്ങൾ പോകുന്ന പറയുന്നേ? 8 ഉള്ളൂ. 9. പിന്നെ അതിന്റെ സൈഡൊക്കെ വേറെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ അറിയാൻ പറ്റും. ഏതായാലും നവഗ്രഹങ്ങൾ എന്നുള്ളത് അക്കാലം അവിടെ നിൽക്കട്ടെ. വേറെ ഉണ്ടെന്നൊക്കെയാ ഇപ്പൊ കണ്ടുപിടിച്ചേക്കുന്നത്. നമുക്ക് നവഗ്രഹങ്ങളിൽ തന്നെ നിൽക്കാം. ഈ ഭൂമിയിൽ നിന്ന് സൂര്യനെ എത്ര കിലോമീറ്റർ അകലെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? പഠിച്ചിട്ടുണ്ടോ? പോട്ടെ, പല മറുപടിയുണ്ട്. എങ്കിൽ എന്റെ ഓർമ്മയെന്ന് ഞാൻ പറയാം. 15 കോടി കിലോമീറ്റർ എന്നാണ് കണക്ക് കൂട്ടിരിക്കുന്നത്. 15 കോടി കിലോമീറ്റർ ആണ് ഈ സൂര്യൻ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. ഈ 15 കോടി കിലോമീറ്ററിന് ഈ സൂര്യൻ ഒരു 14 കോടിയായിട്ട് അടുത്ത് വന്നാൽ എന്തോ ചെയ്യും? നമ്മള് ഈ ഭൂമി കാണത്തില്ല, കരിഞ്ഞു പോകും, അല്ലേ? 15 കോടിയുടെ അകലം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഈ സൂര്യൻ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ ഒക്കുന്നത്. ഈ 15 കോടി നാളെ 14 കോടി ആയാൽ നമ്മൾ ഇല്ലാതെയാകും. അപ്പൊ ഈ പ്രപഞ്ചത്തിന് തന്നെ നിലനിൽക്കാനുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ മാറ്റാനാവാത്ത നിയമങ്ങൾക്കാണ് ധർമ്മം എന്ന് പറയുന്നത്. അത് ലോകത്തിലില്ലെങ്കിൽ ലോകം നിലനിൽക്കുകയില്ല. അപ്പൊ ഈ ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മനുഷ്യനെ മാറ്റാനൊക്കാത്ത ചില നിയമങ്ങൾ ഉണ്ടെങ്കിലേ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ. അതിലൊന്നാമത്തെ നിയമമാണ് മനുഷ്യൻ ദൈവത്തോടൊപ്പം ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ അത് ജീവിതത്തിൽ പാലിക്കുന്നവർ പരാജയപ്പെടത്തില്ല. ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. ഞാൻ ഒരു ചെറിയ കഥ പറയാം. ഒരു കൊച്ചു നല്ല മിടുക്കനാ കേട്ടോ. അവനെല്ലാം തന്നെത്താനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാ. അങ്ങനെ ചില കൊച്ചു പിള്ളേരുണ്ട്. നല്ല കാര്യമാണ് അത്. വേറെ ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെത്താനെല്ലാം ചെയ്യും,
അവന്റെ മുറിയൊക്കെ അവൻ തന്നെത്താനെ വൃത്തിയാക്കും. നിങ്ങളൊക്കെ തന്നെത്താനെ വൃത്തിയാക്കുന്നവരാണോ? അതോ എപ്പോഴും അമ്മയെ കൊണ്ട് ചെയ്യിക്കുന്നവരാണോ? ആ വീട്ടിൽ ചെന്ന് ചോദിക്കണം, അന്നേരം അറിയാൻ സത്യം. ചില പിള്ളേർ വീട്ടിലെ ഒരു ജോലിയും ചെയ്യത്തില്ല. പക്ഷെ ഈ കഥയിൽ പറയുന്ന കൊച്ചു നല്ല മുടുക്കനാ. അവനെല്ലാം തന്നെത്താനെ ചെയ്യും. അവനെ മുറിയൊക്കെ വൃത്തിയാക്കും, ഈ കാർപ്പറ്റൊക്കെ പൊക്കി അതിന്റെ അടിയിലെ മണ്ണൊക്കെ അടിച്ചു കളയും. നല്ല മിടുക്കനാ. അപ്പൊ അവന്റെ മുറിയുടെ നടുക്ക് ഒരു ടേബിൾ, ഒരു വുഡൻ ടേബിൾ, ഈ കട്ടിയോ നല്ല ഭാരമുള്ള ഒരു മേശ കിടപ്പുണ്ട്. ഈ മേശ അങ്ങോട്ട് പൊക്കി മാറ്റി അതിന്റെ കീഴിൽ വൃത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇവൻ അങ്ങോട്ട് ചെന്നേച്ച് അത് പൊക്കി മാറ്റാൻ ശ്രമിച്ചു. അപ്പൊ പറ്റുന്നില്ല. അപ്പൊ അവന്റെ ഡാഡി അടുത്ത് നിപ്പുണ്ട്. ഡാഡിയോട് പറഞ്ഞു, എനിക്ക് വേണ്ട ഈ മേശ അങ്ങോട്ട് പൊക്കി മാറ്റാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ അടി തൂത്ത് വൃത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അവന്റെ ഡാഡി പറഞ്ഞു, യു ആർ നോട്ട് യൂസിങ് യുവർ സ്ട്രെങ്ത്, ഓൾ സ്ട്രെങ്ത്. നിന്റെ കഴിവ് മുഴുവനും നീ ഉപയോഗിക്കുന്നില്ല. ഇത് ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ഉണ്ടായ കഥയായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഇംഗ്ലീഷിലെ വാക്കുകൾ അങ്ങനെ കിടക്കുന്നത്. യു ആർ നോട്ട് യൂസിങ് ഓൾ ഓഫ് യുവർ സ്ട്രെങ്ത്. നിന്റെ മുഴുവൻ ശക്തി നീ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ കൊച്ചിനെന്തറിയാമോ, ആ മേശ അങ്ങോട്ട് തള്ളി മാറ്റി ഭയങ്കര ശക്തി പ്രയോഗിച്ചു. എന്നിട്ടും പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഡാഡി മറ്റൊന്ന് പറഞ്ഞു, യു ആർ നോട്ട് യൂസിങ് ദി അവൈലബിൾ സ്ട്രെങ്ത്. അവൈലബിൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാവോ? നിനക്ക് ഉപയോഗിക്കാവുന്ന, ലഭ്യമാകാവുന്ന കഴിവുകൾ നീ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം അവന് വലിയ പിടികിട്ടിയില്ല. അവൻ പിന്നെയുണ്ടല്ലോ ഭയങ്കരമായിട്ട് നിന്ന് തെള്ളുക. എന്നിട്ടും ആ മേശ മാറ്റാൻ പറ്റിയില്ല. അവന് നിരാശനായിപ്പോയി. അപ്പൊ അവന്റെ പപ്പ അവനോട് ചോദിച്ചു, മോനെ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലയോ, നിനക്ക് അവൈലബിളായ ശക്തി മുഴുവനും നീ ഉപയോഗിച്ചില്ലെന്ന്. അവന് പിടികിട്ടിയത് അന്നേരം ആ പിടികിട്ടിയ എന്താ അവൈലബിൾ ആയിട്ടുള്ള ശക്തി എന്തായിരുന്നു? എന്തായിരുന്നു? അവന്റെ പപ്പ അടുത്ത് നിപ്പോ ഉണ്ടായിരുന്നല്ലേ. അവന്റെ പപ്പയുടെ ഡാഡി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താട്ടെ, ഇതൊന്ന് നീക്കി വെച്ചാൽ എന്നെ ഒന്ന് സഹായിച്ചാട്ടെ എന്ന് പറഞ്ഞാൽ ഡാഡി സഹായിക്കത്തില്ലായിരുന്നോ? പക്ഷെ അവനത് ഉപയോഗിച്ചില്ല. അവന്റെ കഴിവ് കൊണ്ട് മാത്രം എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ വിജയിച്ചോ? ഇല്ല. അപ്പൊ ജീവിതം വിജയമാകുന്നത് നമ്മുടെ കഴിവ് എന്തുമാത്രം ഉണ്ടായാലും കൊള്ളാം, അതുകൊണ്ട് ഞാൻ വിജയിക്കാമെന്ന് വിചാരിച്ചാൽ അവർ വിജയിക്കത്തില്ല. നമുക്ക് എപ്പോഴും ദൈവത്തിന്റെ കൃപ വേണം, ദൈവത്തിന്റെ അനുഗ്രഹം വേണം, ദൈവത്തോടുള്ള ബന്ധം വേണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പാലിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും വിജയമാണ്. അപ്പൊ യേശുമ്പരാൻ അങ്ങനെയായിരുന്നല്ലേ, പിതാവിന്റെ ആലയത്തിൽ വസിക്കാനായിട്ട് താല്പര്യമുള്ളവന് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചു. രണ്ടാമത്തെ കാര്യം, ആ സംഭവം ഒന്ന് ഓർത്ത് നോക്കിയേ. ദേവാലയത്തിൽ ചെന്നു. യേശുമ്പരാൻ എന്താ അവിടെ ചെയ്തത്? കർത്താവ് അവിടെ മുച്ചിട്ടുകളിക്കാരുടെ വീടൊക്കെ പോയിരുന്നോ? കിലുക്കി കുത്തുകാരുടെയൊക്കെ പോയോ? കപ്പലണ്ടി വാങ്ങിക്കാൻ പോയോ? നമ്മൾ പെരുന്നാളിന് പോയ ബലൂൺ കച്ചവടമൊക്കെ ഉണ്ടല്ലോ അല്ലേ? കർത്താവ് അവിടെ വല്ലതും പോയോ? പിന്നെ കർത്താവ് എന്ത് ചെയ്തു? ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ സ്ക്രൈബ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ക്രിപ്റ്റ്സ്, വേദപുസ്തകം എഴുതുന്നവരാ കാലത്ത്. അന്ന് നമ്മുടെ പ്രിന്റിംഗ് ഒന്നും ഇല്ലല്ലോ. അവരാണ് താളിയോല ഗ്രന്ഥങ്ങളില് ഈ വേദപുസ്തക അധ്യായങ്ങള് എഴുതി കോപ്പികളൊക്കെ സൂക്ഷിക്കുന്ന എഴുത്തുകാരും പഠിക്കുന്നവരും ഒക്കെയാ സ്ക്രൈബ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇതെല്ലാം കൂടുതൽ അറിയാവുന്നവരെ. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിൽ കൂടെ ഞാൻ പറയുന്നത്, നിങ്ങള് ആരെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നോ ഈ ഗുരുക്കന്മാരുമായിട്ട് നല്ല ബന്ധത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. ടീച്ചർമാര് ഇല്ലേ, നമ്മളിപ്പം പള്ളിക്കൂടത്തിലൊക്കെ ഇപ്പം മിസ്സുമാരെന്നൊക്കെയാ പറയുന്നത് അല്ലേ? മിസ് എന്ന് പറഞ്ഞ ടീച്ചർ എന്നുള്ള അർത്ഥമാണോ? എനിക്കറിയാൻ എങ്ങനെ ഈ പേര് വന്നതെന്ന്. എന്തോ ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ഇല്ലയോ? അതായിരിക്കാം. അപ്പോ പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സാറുമാരെന്നായിരുന്നു. പിന്നെ ടീച്ചറൊക്കെ ആയി. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ത്രീജനങ്ങളെ ഉള്ളു ടീച്ചർ എന്ന് വിളിക്കുന്നത് അല്ലേ? ടീച്ചറെ പുരുഷന്മാരെ വിളിക്കുന്ന ടീച്ചറെന്ന് സാറെന്നായിരിക്കും. എനിക്കറിയാൻ വയ്യ. പിന്നെ മിസ്സുമാരെന്ന് പറഞ്ഞേക്കാം അല്ലേ? എന്തോ അതിന്റെ അർത്ഥം എനിക്കറിയാൻ വയ്യ. ഇപ്പോൾ ഏതായാലും ടീച്ചേഴ്സ് ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ എത്ര പേരെ ഈ ഗുരുക്കന്മാര് പറയുന്ന അവരെ ഗുരുക്കന്മാരായിട്ടും
അവര് പറയുന്ന അനുസരിക്കുന്നവരുമായിട്ട് എത്ര പേരുണ്ട്? എല്ലാവരും അനുസരിക്കുന്നവരാണോ? ഗുരുക്കന്മാരെ, ടീച്ചർമാരെ അനുസരിക്കുന്നവരൊന്ന് കൈപൊക്കി. മതി 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 മതി, ഓർത്തൊന്നും പോക്കണ്ട. ഈ പെൺകുഞ്ഞുങ്ങളുടെ പലരും കൈപൊങ്ങിയില്ല, പോട്ടെ. ഞാനിപ്പോ നിങ്ങളെ അതുകൊണ്ട് വിലയിരുത്തുന്നുമില്ല. നമ്മുടെ ഇന്നത്തെ ലോകത്തില് പറ്റിയിരിക്കുന്ന കുഴപ്പമെന്തെന്നറിയാമോ? അറിവ് പറന്നു വരുന്നവരെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ജീവിത വിജയം നേടാനായിട്ട് ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമുക്ക് വേണം. അവര് പറയുന്നത് അനുസരിക്കണം. അവര് നമുക്ക് പ്രകാശം പകർന്നു തരുന്നവരാണ്. നിങ്ങൾക്കറിയാമോ, അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു പിതാവുണ്ടായിരുന്നു. വലിയ കത്തോലിക്കാ സഭയിലെ വലിയ പരിശുദ്ധനായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഗുരുവും മാലാഹായും കൂടെ എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആദ്യം ആദരിക്കുന്ന ഗുരുവിനെ ആയിരിക്കും. അദ്ദേഹം അടുത്തോട് ചോദിച്ചു, അയ്യോ മാലാഹയല്ലേ കൂടുതൽ ആദരിക്കണ്ടേ? മാലാഹ ദൈവത്തിന്റെ കൂടെ വസിക്കുന്നതല്ലേ, അപ്പൊ മാലാഹയല്ലേ ആദരിക്കേണ്ടത്? ഉടനെ അസീസിയിലെ ഫ്രാൻസിസ് പറഞ്ഞത്, അല്ല, എനിക്ക് നല്ല വഴികൾ പറഞ്ഞു തന്നത് മാലാഹയല്ല, എനിക്ക് ഗുരുവാ എനിക്ക് പറഞ്ഞു തന്നത്. ഈ ഭൂമിയിൽ ജീവിക്കേണ്ട നല്ല വഴികള് എനിക്ക് പറഞ്ഞു തന്നത് ഗുരുവാണ്, ടീച്ചറാണ്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർക്ക് ഇല്ലാതെ പോകുന്നവരെ, നിങ്ങളൊക്കെ പഠിക്കാൻ മിടുക്കരും ഒക്കെ കഴിവുള്ളവരൊക്കെ ആയിരിക്കാം, പക്ഷെ ടീച്ചേഴ്സിനെ ആദരിക്കുന്നില്ല, പഠിപ്പിക്കുന്ന അധ്യാപകരെ അനുസരിക്കുന്നില്ല. അത് മുമ്പുള്ള തലമുറയെ അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് പോലും ചിലപ്പോ ചില തമാശയൊക്കെ ചില അധ്യാപകരെ കുറിച്ചൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ വലിയ ഒരു സ്നേഹം, ആദരവ്, അവരെ ബഹുമാനിക്കാനുള്ള താല്പര്യം, അതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുമ്പുരാൻ ആ ഗുരുക്കന്മാരുമായിട്ടിരുന്നാണ് പല കാര്യങ്ങൾ സംസാരിക്കുകയും പഠിക്കുകയും. യേശുമ്പുരാൻ വല്ലതും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ദൈവപുത്രനല്ലേ. പക്ഷെ എന്നാലും കർത്താവ് മനുഷ്യാവതാരം ചെയ്തപ്പോൾ പരിമിതികൾ സ്വീകരിച്ച് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ താല്പര്യമുള്ള നല്ല കുഞ്ഞായി, നല്ല മകനായി അവിടെ പെരുമാറുന്നുണ്ട്. അപ്പോൾ ഒബീഡിയൻസ് ടു ദ ടീച്ചർ, ഗുരുക്കന്മാർ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സൺഡേ സ്കൂൾ ഗുരുവാണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ, അവരെല്ലാം നിങ്ങൾ ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. കാരണം അതിനർത്ഥമുണ്ട് കേട്ടോ. ഈ നിങ്ങൾക്കാർക്ക് ഇപ്പൊ മനസ്സിലാകത്തില്ല, ഈ പഠിപ്പിക്കുന്നവരുടെ ഒരു മനസ്സിലുണ്ടല്ലോ, അവരുടെ ഈ ശിഷ്യന്മാരെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കും. ചില പിള്ളേരെ കുറിച്ച് ഈ ഗുരുക്കന്മാരാരും അങ്ങനെ മോശം ചിന്തിക്കത്തില്ല. എന്നാൽ വലിയ ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ചില ടീച്ചേഴ്സിന്റെ മനസ്സിൽ തോന്നും, ഈ ചെറുക്കും ഗുണമാകത്തില്ല. അങ്ങനെ തോന്നിയാൽ അത് വലിയ ദോഷമുണ്ടാവും. നേരെ മറിച്ച് ചില കുഞ്ഞുങ്ങളെ കുറിച്ച് അധ്യാപകരുടെ മനസ്സിൽ തോന്നും, അയ്യോ അവൻ പഠിക്കാൻ ഇച്ചിരി പിന്നോട്ടാണെങ്കിൽ നല്ല കുട്ടിയാ, ദൈവം അവനെ അനുഗ്രഹിക്കും. ഈ ടീച്ചർ ഉള്ളിൽ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നത് ആ കുഞ്ഞിന് അനുഗ്രഹമായിട്ട് വരും. ഇന്നത്തെ തലമുറ ഇതൊന്നും വിശ്വസിക്കുന്നില്ല, ആരും പഠിപ്പിക്കുന്നില്ല. ഇന്നത്തെ തലമുറയുടെ വിചാരം എന്നറിയാമോ? മാർക്ക് വാങ്ങിച്ചാൽ മതി, അങ്ങ് ജയിച്ചോളൂ എന്നാ. എന്നാൽ പഴയ തലമുറയിലുണ്ടായിരുന്നു ഗുരുത്വം എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നു. അതൊന്നും നിങ്ങളെ ഇപ്പൊ ആരും പഠിപ്പിച്ചു കാണത്തില്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമായിരുന്നു, കുഞ്ഞുങ്ങളെ ഗുരുത്വം വേണം. ഗുരുത്വം വേണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയാമോ? പഠിപ്പിക്കുന്നവരുടെ ഉള്ളിലുള്ള അനുഗ്രഹം, അവരുടെ മനസ്സുകൊണ്ടുള്ള അനുഗ്രഹം. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. എന്നെ പഠിപ്പിച്ച ചില ഗുരുക്കന്മാരെ എന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വലിയ ആയിട്ടുണ്ടെന്ന് പറയല്ല, എങ്കിലും സഭയിൽ ഇങ്ങനെയൊക്കെ ഇച്ചിരി വെച്ച് കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് ചില ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്. സൺഡേ സ്കൂളാണ് എന്നെ വളർത്തിയത്. സൺഡേ സ്കൂളാണ് എന്നെ സെമിനാരി വിട്ടത്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വേറെ ആത്മീയ സംഘടനയിലൊന്നും അന്ന് പ്രവർത്തിക്കാൻ എനിക്കിടയായിട്ടില്ല. കാര്യം എന്റെ പള്ളിയിൽ നിന്ന് 2 മൈൽ ദൂരെയാണ് ഞാൻ താമസിക്കുന്നത്. അന്ന് ബസ്സിൽ പോവല്ല, നടന്നു പോവാ. ടാറിട്ട് റോഡേകൂടെ സൺഡേ സ്കൂൾ കഴിഞ്ഞേച്ച് 11:30, 12 മണി, 12:30 ആവുമ്പോൾ നടന്നു പോകുന്ന, അന്ന് ചെരുപ്പ് പോലും ഇല്ല. അങ്ങനെ പോയി പഠിച്ചു. സൺഡേ സ്കൂളായിരുന്നു എല്ലാത്തിന്റെയും പ്രധാനം. അപ്പം
പള്ളി അടുത്തല്ലാത്തതുകൊണ്ട് വേറെ യൂത്ത് ലീഗിൽ പോകാനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ സൺഡേ സ്കൂൾ പഠിച്ചു, പാസ്സായി. സൺഡേ സ്കൂൾ അധ്യാപകനായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് വൈദിക സെമിനാരിൽ അഡ്മിഷൻ കിട്ടിയത്. അവിടെ എനിക്ക് സൺഡേ സ്കൂളിനോട് ഭയങ്കര കടപ്പാടുണ്ട്. എന്റെ വിചാരം ഈ സൺഡേ സ്കൂൾ അധ്യാപകർ, എന്നെ പഠിപ്പിച്ച അധ്യാപകര്, അതുപോലെ സ്കൂളിൽ പഠിപ്പിച്ചവര്, അവരൊക്കെ എന്നെ മനസ്സുകൊണ്ട് കുറച്ചൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിചാരം. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ആ ചിന്തയില്ല. എല്ലാവരും തലമുറ എനിക്ക് മാർക്ക് കിട്ടി, മിടുക്കന്മാരായി, ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട. ആ ഭാവം നല്ലതല്ല കേട്ടോ. ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമുക്ക് വേണം. അപ്പൊ അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവര് പറയുന്നത് കേൾക്കണം. രണ്ടാമത്തെ കാര്യം ജീവിത വിജയം. ആദ്യം പറഞ്ഞ എന്താ? മറന്നുപോയോ? പിതാവിന്റെ ആലയത്തിൽ വസിക്കുന്നു, ദൈവത്തോടൊപ്പം വസിക്കുന്നു, ദൈവ സാന്നിധ്യം. രണ്ടാമത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം. മൂന്നാമത്തേത്, അത് വേണമെങ്കിൽ രണ്ടാമത്തെ ആയിട്ട് പറയാം, എങ്കിൽ ഞാൻ ആ വേദപുസ്തകത്തിലെ ആ സംഭവം വെച്ചുകൊണ്ട് പറയുകയാണ്. കർത്താവ് ശാസ്ത്രിയമാരുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോഴേ പിന്നെ അവിടെ രണ്ടുപേര് വരുന്നുണ്ട്. ആരാ? മാതാപിതാക്കൾ വന്നല്ലേ. മറിയാമും യൗസേപ്പും അവിടെ വന്നു. മറിയാമും യൗസേപ്പും വന്നു കഴിഞ്ഞപ്പോ കർത്താവപ്പച്ചൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ തിരക്കി ഇത്ര ബന്ധപ്പെട്ടത്? ഞാൻ എന്റെ പിതാവിന്റെ ആലയത്തിൽ ഇരിക്കേണ്ടതല്ലയോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞപ്പോ എന്തോ ചെയ്തു യേശുവമ്പുരാൻ? അവരോടുകൂടെ നസ്രയത്തിലേക്ക് പോയി. അപ്പൊ യേശുവമ്പുരാന് ദൈവപുത്രനാണെങ്കിലും മറിയാമിന്റെയും ഔസേപ്പിന്റെയും സൃഷ്ടാവായ പിതാവായ ദൈവത്തോടൊപ്പം ഉള്ള തൃത്വത്തിൽ രണ്ടാമനായ ദൈവമാണ്. നിങ്ങൾ ദൈവശാസ്ത്രമൊക്കെ ഇച്ചിരി പഠിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും. ഏതായാലും അത്രയും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും അപ്പനും അമ്മയും വന്നു കഴിഞ്ഞപ്പോഴേ അവരോട് അനുസരണമുള്ളവനായിട്ട് നസ്രയത്തിലേക്ക് പോയി. അപ്പൊ നമ്മുടെ ജീവിത വിജയത്തിന്റെ മൂന്നാമത്തെ ഒരു അടിസ്ഥാനം എന്താ? മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുക. ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതത്രയും അങ്ങോട്ടുണ്ടോ? മാതാപിതാക്കൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയാൻ വയ്യ, നിങ്ങളാരും ആ കൂട്ടത്തിൽ കാണുകയില്ല. ഈയിടെ എന്റെ അടുക്ക് ഒന്ന് രണ്ട് പിള്ളേരെ കൊണ്ടുവന്ന് വെച്ചാൽ പല അമ്മമാര് പറഞ്ഞു. ഇന്നലെ എന്റെ അടുക്ക് ഒരു അമ്മ പറഞ്ഞു, ഒരു മോനുണ്ട്, അവൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇടിക്കുമെന്ന്. എന്തൊരു ഭയങ്കരമാ! അമ്മമാരെ ഇടിക്കുന്ന മക്കള് അനുഗ്രഹം കിട്ടുവോ? വിജയിക്കുവോ? ഒരമ്മ പോലും മനസ്സിൽ വിചാരിക്കുകയാണ് മോനെ കുറിച്ച്, ഇവൻ ഗുണമാകാൻ പോകുന്നില്ല, പിന്നെ ഗുണമാകുവോ? അപ്പൊ മാതാപിതാക്കൾ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബന്ധം? നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണോ നിങ്ങൾക്കുള്ളത്? അതോ എതിര് പിടിക്കുന്ന മനോഭാവമാണോ? എല്ലായ്പ്പോഴും അനുസരിക്കുന്നുള്ളതെന്ന് കൈപൊക്കിക്കേ. നല്ല പിള്ളേരായതായാലും സത്യം പറയുന്നുണ്ട്. കണ്ടോ? അപ്പൊ കുഴപ്പങ്ങൾ എവിടാ കിടക്കുന്ന വിചാരിച്ചോ? ഗുരുക്കന്മാരെ അനുസരിക്കുന്നില്ല, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. ഇപ്പൊ നിങ്ങള് പത്രങ്ങളിലൊക്കെ വരുന്നില്ല, പിള്ളേര് വഴിതെറ്റിപ്പോയതിന്റെ കഥകളെല്ലാം. എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഗുരുക്കന്മാരെ അനുസരിക്കുന്നില്ല, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ നമ്മൾ നോക്കുമ്പോൾ കുറവും കുറ്റവും കാണും. എല്ലാവരും മനുഷ്യരല്ലേ. പക്ഷെ അവരുടെ കുറവും കുറ്റവും ഒന്നും നമ്മൾ തിരുത്താൻ ശ്രമിക്കേണ്ട. ദൈവം തമ്പുരാൻ അവർക്ക് ബോധ്യം കൊടുത്തോളും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എന്റെ അപ്പനെയും അമ്മയും ന്യായപ്രമാണത്തിന്റെ 10 കൽപ്പനകൾ പഠിച്ചില്ലേ? 10 കൽപ്പനകൾ പഠിച്ചില്ലേ? അതിലൊരു കൽപ്പന, പ്രധാനപ്പെട്ട ഒരു കൽപ്പന ഏതാ? നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇത് ആശ്ചര്യമായിട്ട് ചെയ്യണം. അപ്പനെയും അമ്മയും അനുസരിക്കണം. അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു ജീവിതം വിജയം കൊടുക്കുന്ന ജീവിതമാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങള് അതിനകത്ത് ഒത്തിരി തെറ്റിപ്പോകുന്നുണ്ട്. മാതാപിതാക്കൾ പറഞ്ഞാല്, ഇപ്പൊ TV ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് ചില അമ്മമാര് പറയും TV ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ ചില പിള്ളേർ ചെയ്യില്ല. അമ്മമാര് പറഞ്ഞു കഴിഞ്ഞാല് ഈ TVയോടൊക്കെ നമ്മൾ കൂടുതൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമോ എന്തെല്ലാം ദൂഷ്യങ്ങളുണ്ടെന്നറിയാമോ? കാഴ്ച, കണ്ണിന് കാഴ്ചയാണെങ്കിലും ചെവിയുടെ കേൾവിയാണെങ്കിലും ബുദ്ധിശക്തി ആണെങ്കിലും എല്ലാം കമ്പ്യൂട്ടറും TVയും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ദോഷം ചെയ്യുന്ന.
മൊബൈല്, കമ്പ്യൂട്ടർ, TV, ഇതെല്ലാം നമ്മൾ അത്യാവശ്യം ഇനിയിപ്പോ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. പക്ഷേ അത് ഏറ്റവും കുറച്ച് ഉപയോഗിക്കാമെങ്കിൽ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലത് അതാ. ഇല്ലെങ്കിൽ ചെവിക്ക് കേൾവി കുറയും, കണ്ണിന് കാഴ്ച കുറയും, ബ്രെയിനിന്. നിങ്ങൾക്കറിയാം ഈ മൊബൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ലാൻഡ് ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് ഫോണിൽ കൂടെ റേഡിയേഷൻ ഇല്ല, നേരെ മറിച്ച് മൊബൈലിൽ കൂടെ റേഡിയേഷൻ ഉണ്ട്. ഈ മൊബൈൽ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനിന് കുഴപ്പമുണ്ടാകുന്ന. പക്ഷെ അതൊന്നും ശാസ്ത്രജ്ഞന്മാരൊന്നും അധികം പുറത്ത് പറയത്തില്ല. കാര്യം മനുഷ്യര് ഈ മൊബൈലൊക്കെ വാങ്ങിക്കാതെ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും? ബിസിനസ് നടക്കണ്ടായോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും അവർ പഠിപ്പിക്കത്തില്ല. ഇതെല്ലാം നമുക്ക് ദോഷമുണ്ടാക്കുന്ന. അതുകൊണ്ട് അത്യാവശ്യം ഇനിയിപ്പോ ഇല്ലാതെ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. പക്ഷെ അത് കുറയ്ക്കണം. അതുകൊണ്ട് TV ആണെങ്കിലും ഇതുപോലുള്ള ഉപകരണങ്ങളാണ്. ചില പിള്ളേരൊക്കെ ഉണ്ട്, അപ്പനും അമ്മയും പറഞ്ഞ് കേൾക്കില്ല. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നാല് കമ്പ്യൂട്ടർ ഗെയിം നോക്കി ഇരുന്ന അനേകം കുഞ്ഞുങ്ങളെ, ഇപ്പൊ നിങ്ങൾ കണ്ണാടി വെച്ചിട്ടുള്ള കൊച്ചുങ്ങളെ ഞാൻ അതുകൊണ്ടാണെന്ന് പറയല്ല, വെച്ചോ മൊന്നേക്കളെ, ആവശ്യമുള്ളതൊക്കെ വെച്ചോ, ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. അവരതുകൊണ്ടായിരിക്കത്തില്ല, അവർ കണ്ണാടി വെക്കേണ്ടി വന്ന കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടാണെന്ന് പറയല്ല. പക്ഷെ കൊച്ചിലെ മുതല് നമ്മൾ കൂടുതൽ ഇതിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനും ഒക്കെ കേടുണ്ടാവും, കാഴ്ചയ്ക്കും ഒക്കെ പ്രശ്നമുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അച്ഛനും കണ്ണാടി വെച്ചേക്കുമല്ലോ എന്നല്ലേ. ഇത് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് കണ്ണിന് ഈ വെള്ളെഴുത്തെന്ന് പറയുന്ന സംഗതി ഉണ്ടാവും കേട്ടോ. അതിനു വേണ്ടി വെച്ചിരിക്കുന്ന, അല്ലാതെ ഞാൻ കമ്പ്യൂട്ടർ നോക്കി വെച്ചോന്നും അല്ല കേട്ടോ. അതുകൊണ്ട് അത് പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ അത് കഴിയുമ്പോൾ കണ്ണ് തെളിഞ്ഞെന്നും ഇരിക്കും. അതുകൊണ്ട് ഇച്ച് കണ്ണാടി ഇല്ലാതെയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറ്റുമായിരിക്കും, അറിയാൻ വയ്യ. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ പറഞ്ഞാല് നമ്മളത് വളരെ ശ്രദ്ധിക്കണം. അപ്പനെയും അമ്മയും മറച്ച് ഒരു കാര്യവും ജീവിതത്തിൽ ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പള്ളിക്കൂടത്തിൽ പോകുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായി, അല്ലെ കൂട്ടുകാർ നിങ്ങൾ വഴക്കുണ്ടാക്കി, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് പപ്പായോടും മമ്മിയോടും അന്ന് വൈകിട്ട് തന്നെ പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്തെല്ലാം കുഴപ്പമെന്നറിയാമോ? ഈയിടെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. ഈ കൊച്ചിനെ അവൻ വീട്ടിൽ നിന്ന് പൈസ മോട്ടിക്കും. അപ്പൊ ഇവൻ പൈസ മോട്ടിച്ച് വീട്ടിൽ നിന്ന് പൈസ മോട്ടിച്ചോണ്ട്, അപ്പൊ ഞാൻ ആ കൊച്ചിനെ അമ്മയെ കൊണ്ട്, അമ്മ പരാതിയൊക്കെ പറഞ്ഞു. ഞാൻ ഈ കൊച്ചിനെ ഇരുത്തി വർത്താനം പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പല കാര്യം ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ അവൻ ചോദിച്ചു, മോൻ എന്തിനാ ഈ പൈസ ഇങ്ങനെ പപ്പായുടെയും മമ്മിയുടെയും വീട്ടിലെ മമ്മിയുടെ എടുത്തോണ്ട് പോയത്? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ മമ്മി തരത്തില്ലയോ? മമ്മി തരും. പിന്നെ മോൻ എന്തിനാ എടുത്തോണ്ട് പോയത്? അത് കൂട്ടുകാർ പറഞ്ഞു ഇത്രയും പൈസ എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ നീ അവര് പറഞ്ഞപ്പോ കേട്ടതെന്താ? അവരെന്നോട് പറഞ്ഞു കാശ് കൊണ്ടു തന്നില്ലെങ്കിൽ നിന്നെ ഇടിക്കുമെന്ന്. ഞാൻ പേടിച്ചു പോയി. അപ്പൊ ചിലപ്പോ ചില പിള്ളേര് പൈസ എടുത്തോണ്ട് പോകുന്ന ഇങ്ങനെ കൂട്ടുകാർ പറഞ്ഞ് അവർ തല്ലുമെന്നും ഇടിക്കുമെന്നും പറഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ കാശും പൊട്ടിച്ചോണ്ട് പോകും. പക്ഷെ ഈ കുഞ്ഞെ നേരെ മതിച്ച് അമ്മയെടുക്കൽ ഈ കാര്യം പറഞ്ഞായിരുന്നെങ്കിലോ അവൻ മോഷ്ടിക്കാൻ തുടങ്ങുമോ? ഇത് അപ്പനും അമ്മയോടും പറയണ്ടായോ? നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങൾക്കൊരു മനപ്രയാസം വന്നാൽ പപ്പായോടും മമ്മിയോടും പറയുന്നവരൊന്ന് കൈപൊക്കിക്കേ. നല്ല കാര്യം, നല്ല കാര്യം കേട്ടോ. നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്നത് ഈ ഭൂമിയിൽ നിങ്ങളുടെ മാതാപിതാക്കളെ. എന്ത് മനപ്രയാസം ഉണ്ടെങ്കിലും ആദ്യം പറയേണ്ടത് അവരോടാണ്. അവരോട് പറയാതെ ഒന്നും നിങ്ങളുടെ ഈ പ്രായത്തിൽ ഉണ്ടാകരുത്. നമ്മൾ നോക്കി, ബാലനായ യേശു പോലും മറിയാമും യൗസേപ്പും വന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ അവരോട് മറുപടി പറഞ്ഞ് ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും വളരെ അനുസരണയുള്ള കുഞ്ഞായിട്ട് ആ നസ്രയത്തിലേക്ക് തിരിച്ചുപോയി. അപ്പം മറിയാമിനും യൗസേപ്പിനോടും അത്ര വിധേയപ്പെട്ട് ക്രിസ്തു ജീവിച്ചെങ്കിൽ, യേശുമ്പരാൻ ജീവിച്ചെങ്കിൽ നമുക്ക് എന്തുമാത്രം അനുസരണ ഉണ്ടാകണം. അപ്പൊ ഇനിയും ഏത് കാര്യങ്ങളുണ്ടെങ്കിലും അപ്പനും അമ്മയോടും തുറന്നു പറയാതിരുന്നാൽ വലിയ അപകടം ഉണ്ടാവും. പല പിള്ളേരും വന്ന് പല കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നതിന്റെ കാരണം അപ്പനോടും അമ്മയോടും പറയാത്ത, അപ്പനോടും അമ്മയോടും സങ്കടമൊന്നും പറയത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ കൂട്ടുകാരാണോ നിങ്ങളുടെ മാതാപിതാക്കളാണോ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നേ? മാതാപിതാക്കളാ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാർക്ക് കിട്ടാത്തതിനൊക്കെ അവർ വഴക്ക് പറഞ്ഞെന്നൊക്കെ ഇരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു പ്രയാസം വരട്ടെ, അന്നേരം നിങ്ങളുടെ കൂട്ടുകാരായിരിക്കുമോ കൂടെ നിൽക്കുന്നത്? നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കുമോ? മാതാപിതാക്കൾ.
നമ്മൾ ഉല്ലസിച്ച് കളിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൂടെ കൂട്ടുകാരൊക്കെ കാണും. പക്ഷെ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന മാതാപിതാക്കളാണ്. അവരെ അനുസരിച്ച് വളരുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അപ്പൊ ജീവിത വിജയത്തിന്റെ മൂന്നാമത്തെ പടി മാതാപിതാക്കളോടുള്ള നല്ല ബന്ധത്തിൽ ജീവിക്കുക. നാലാമത്തെ കാര്യം ഒരുപക്ഷെ നിങ്ങൾ വായിച്ചാൽ കിട്ടത്തില്ലായിരിക്കാം. യേശുമ്പരാനെ ദേവാലയത്തിൽ പോയപ്പോഴേ ഒരു ഉത്സവം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തെല്ലാം ഉത്സവത്തിനകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ പോകരുതാഞ്ഞോ? അല്ലേ? പെരുന്നാൾ ഉത്സവത്തിലൊക്കെ കണ്ടിട്ടില്ലേ? ഉത്സവം നടക്കുന്നിടത്ത് എന്തൊക്കെ കാണും? മദ്യപിക്കുന്നവർ കാണും, അല്ലേ? സിഗരറ്റ് വലിക്കുന്നവർ കാണും, കഞ്ചാവ് വലിക്കുന്നവർ കാണും, എല്ലാ തിന്മ ചെയ്യുന്നവരും കാണും. യേശുമ്പരാൻ അവിടെ വല്ലതും പോയോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇല്ല. അപ്പൊ ഈ ലോകത്തില് നമുക്ക് ഉല്ലാസത്തിന് വേണ്ടി പോകാവുന്ന ഒത്തിരി വഴികളുണ്ട്. അതിലൊന്നും പോകാതിരിക്കുക. അവർ ജീവിതത്തിൽ വിജയിക്കും. നമുക്ക് ഉല്ലാസം കിട്ടാനുള്ള ഒത്തിരി വഴികൾ ഈ ഭൂമിയിലുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറും മൊബൈലും ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേ പിള്ളേർക്ക് അങ്ങ് ഭയങ്കരമായ ഇളക്കവും ഉല്ലാസവും ഒക്കെ കിട്ടാനുള്ള അല്പാൽപ്പം അതൊക്കെ വേണം, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ അതങ്ങ് കൂടിപ്പോയാലോ? ഒരിക്കല് ഒരു കൊച്ചൻ എൻ്റെ അടുക്ക വന്നു. ഞാൻ വിദേശത്ത് പോയപ്പോഴാ. അവൻ കൗൺസിലിങ്ങിനാ വന്നേ. ഞാൻ ചോദിച്ചു, മോൻ എന്തിനാ കൗൺസിലിംഗ് എന്തിനാ വേണ്ടത്? എനിക്ക് വിഷയമൊന്നുമില്ല, പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വേണ്ട ഇപ്പൊ എളുപ്പ വഴിയാ, കുറുക്കു വഴിയാ, എളുപ്പം മാർക്ക് കിട്ടുന്ന വഴി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ആട്ടെ മാർക്ക് കിട്ടുന്ന വഴിയൊക്കെ പറഞ്ഞുതരാം. മോൻ എന്തോ ആണോന്ന് ആഗ്രഹം? ഡോക്ടറാകണം, നല്ല ആഗ്രഹം. അപ്പൊ ഡോക്ടറാകാൻ മോനെ അതിനനുസരിച്ച് മോന് മാർക്കൊക്കെ ഉണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്. എത്ര മാർക്കുണ്ട്? 40 മാർക്ക്. എത്രല്ല? 50-ലല്ല, 100-ൽ 40 മാർക്ക്, 45 മാർക്ക്. അവന് ആഗ്രഹം കുറവൊന്നുമല്ല. എന്തോ അവന്റെ ആഗ്രഹം? ഡോക്ടറാകണം. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് മാർക്ക് വാങ്ങിച്ചോ? ഇല്ല. പിന്നെ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മോൻ എപ്പോഴാ കിടന്ന് ഉറങ്ങുന്നേ? അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? ഉറക്കം വരുമ്പോ ഉറങ്ങും. ആ ഉറക്കം വരുന്നത് എപ്പോഴാ? അത് കൂടുതൽ കഴിക്കുന്ന ദിവസം. കൂടുതൽ കഴിക്കുന്ന എപ്പോഴാ? കളിക്കുന്ന ദിവസം. ഇപ്പൊ വിദേശത്താ, ഗൾഫിലാ, വൈകിട്ട് ചിലപ്പോ കളിക്കാൻ പോകും. കളിക്കാൻ പോയിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് കളിക്കുന്ന സമയം അങ്ങ് ഭയങ്കരമായിട്ട് കളിക്കും. കളിക്കുന്നത് നല്ലതാ, കുറച്ചൊക്കെ വേണം, ഒന്നും അധികമാകാതിരുന്നാൽ മതി. വൈകിട്ട് ഇച്ചിരി കളിക്കുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇതല്ല, 2-3 മണിക്കൂറാൻ കളിക്കും. കളിച്ചു കഴിയുമ്പോഴത്തേക്ക് ക്ഷീണം വരും. ക്ഷീണം വരുന്ന കഴിയുമ്പോഴേ വീട്ടിൽ വന്നിച്ച് പിന്നെ കഴിക്കും. കഴിക്കുന്ന എപ്പോഴാ? കുറച്ചൊന്നും അല്ല. മോൻ എന്തോ കഴിക്കുന്നേ? ഒരു ചിക്കൻ, ഒരെണ്ണം അങ്ങ് അടിക്കും. ഒരു ചിക്കൻ കഴിച്ചു കഴിഞ്ഞേച്ച് ആർക്കെങ്കിലും ഇരുന്ന് പഠിക്കാൻ നോക്കുവോ? ഉറക്കം വരും, യാതൊരു സംശയവും ഇല്ല. 2-3 മണിക്കൂർ കളിച്ച് ഒരു ചിക്കൻ വറുത്തോടെ തിന്നു കഴിഞ്ഞാൽ ആർക്കാ പിന്നെ ഉറക്കം വരാത്തത്? പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, മോൻ എപ്പോഴാ എഴുന്നേക്കുന്നത്? ഉണരുമ്പോഴും. അത് ഉണരുന്ന എപ്പോഴാ? ഉറക്കം കഴിയുമ്പോഴും. ഇങ്ങനെ ജീവിച്ചാ ജീവിതത്തിൽ വിജയിക്കുവോ? ഇല്ല. അപ്പൊ ജീവിതത്തിൽ വിജയിക്കാൻ സ്ഥാനമാനങ്ങൾ നേടുന്നൊന്നുമല്ല, നമ്മുടെ ലൈഫിന് ഡിസിപ്ലിൻ ഉണ്ടാവുക. ഉറങ്ങുന്നതിന്, എഴുന്നേൽക്കുന്നതിന്, കളിക്കുന്നതിന് എല്ലാം ഡിസിപ്ലിൻ ഉണ്ടായി, ശിക്ഷണം ഉണ്ടായി, അച്ചടക്കമുണ്ടായി ജീവിക്കുമ്പോൾ അവരാരും ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല. അപ്പൊ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു അച്ചടക്കം ഉണ്ടോ? ചിലപ്പോ നമ്മള് കമ്പ്യൂട്ടർ പോലൊന്നും നമുക്ക് അലാറം അടിക്കുന്ന ഉടനെ അങ്ങ് എഴുന്നേക്കാനൊന്നും ചിലപ്പോൾ പറ്റിയില്ലെന്നിരിക്കും. എന്നാലും ഒരു ഷെഡ്യൂളൊക്കെ ജീവിതത്തിന് വേണ്ടായോ? പ്രാർത്ഥിക്കുന്നതിനൊരു സമയം, കിടക്കുന്നതിനൊരു സമയം, എഴുന്നേൽക്കുന്നതിനൊരു സമയം, കളിക്കുന്നതിന് അല്പസമയം, അല്പസമയം TV കാണുന്നതിന്, ഇതെല്ലാം
അതിന്റെ ക്രമമായിട്ട് ചെയ്യത്തക്കവണ്ണം ഉള്ളൊരു അച്ചടക്കം വേണം. ഇന്നത്തെ കുട്ടികൾക്ക്, നിങ്ങളുടെ കാര്യമല്ല, പൊതുവെ പറഞ്ഞാല് ഈ പറഞ്ഞ അച്ചടക്കമില്ല. ഇഷ്ടമുള്ളപ്പോ കഴിക്കുക, ഇഷ്ടമുള്ളപ്പോ കിടന്നുറങ്ങുക, ഇഷ്ടമുള്ളപ്പോ എഴുന്നേൽക്കുക, ഇങ്ങനെ പോയാൽ ജീവിതം വിജയിക്കുകയില്ല. അപ്പൊ ഒരു ജീവിതത്തിന് ഒരു ക്രമം ജീവിതത്തിൽ വളർത്തണം. തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു 10-12 വയസ്സൊക്കെ തുടങ്ങിയവരെ നിശ്ചയമായും ഇപ്പോഴേ ഒരു ചിട്ടയുണ്ടാക്കണം. അപ്പോൾ ആ ചിട്ടയുണ്ടാക്കുമ്പോൾ ആ നിഷ്ഠയുടെ ത്തിൽ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന് നിഷ്ഠയുണ്ടാകുക, മറ്റൊന്ന് ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. അതുകൂടെ വേണം. ഈ ലോകത്തിൽ നമുക്ക് നമ്മളെ തെറ്റിക്കാവുന്ന പലതിൽ നിന്നും ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് സാധിക്കുകയും കൂടെ വേണം. ഇപ്പൊ നിങ്ങൾക്കാർക്കും അത്രയുള്ള പ്രയാസമൊന്നും വന്നു കാണുകയില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴൊക്കെ ആയിരിക്കും, 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേ ചിലപ്പോൾ ചില പിള്ളേര് മൊബൈൽ കൊണ്ടുവരും. മൊബൈലിനകത്ത് ചിലപ്പോഴേ ആവശ്യമില്ലാത്ത തമാശകളൊക്കെ കാണും. ഇതൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന. ഇങ്ങനെയുള്ളതൊക്കെ വേണ്ട. നമുക്കൊക്കെ ഈ അനുകരിക്കാന് താല്പര്യമുള്ളതായി മറ്റുള്ളവർ കണ്ട് അനുകരിക്കും. നിങ്ങൾ ഈയിടെ വായിച്ചു കേട്ടോ, BS വാര്യർ മനോരമയിൽ എഴുതിയിരുന്ന ഒരു ചെറിയ ഒരു കഥ പോലത്തെ, പിള്ളേർക്ക് സ്വഭാവത്തിൽ ഉണ്ടാകാവുന്ന ഒരു സിനിമയ്ക്കകത്തില് ഒരു ജവാൻ, അദ്ദേഹം കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഉള്ള സമയമായിരുന്നേ. കല്യാണം കഴിച്ച് പക്ഷെ ആ സമയത്ത് തന്നെ യുദ്ധം തുടങ്ങി. അതിർത്തിയിൽ യുദ്ധം തുടങ്ങിയപ്പോഴേ മെസ്സേജ് വന്നു, ഈ ജവാന് തിരിച്ച് യുദ്ധത്തിന് പോകണം. അപ്പൊ ചെറുപ്പക്കാരനല്ലേ, കല്യാണം കഴിച്ച ഉടനെ ഭാര്യയെ വിട്ടേച്ച് പോകുന്ന പ്രയാസമുള്ളതല്ലേ. അപ്പോഴേ വളരെ സങ്കടത്തോടെ ഇയാൾ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് യുദ്ധത്തിന് പോകാനുള്ള സന്ദേശം വന്നു, അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ ഒക്കെയില്ല, ഞാൻ പോവുക. പിന്നെ ഞാൻ യുദ്ധം കഴിയുമ്പോഴേ ചിലപ്പോൾ യുദ്ധത്തിൽ ഞാൻ മരിച്ചു പോയെന്നിരിക്കാം. അങ്ങനെ മരിച്ചു പോയാൽ നീ വിഷമിക്കരുത്, നിരാശപ്പെടരുത്, നീ 2ാമത് കല്യാണം കഴിച്ചോണം കേട്ടോ. അപ്പൊ ഇത് സിനിമയാ, സിനിമയിൽ ഇതുപോലെ കാണുമല്ലോ. അപ്പൊ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന നഴ്സറിയില് പഠിക്കുന്ന കൊച്ചനെ പിറ്റേ ദിവസം രാവിലെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ നഴ്സറി സ്കൂളിൽ പോകാൻ നേരം അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നഴ്സറി സ്കൂളിൽ പോവാ, ചിലപ്പോ തിരിച്ചു വന്നില്ലെന്നിരിക്കും, അമ്മ വേറെ കല്യാണം കഴിച്ചോണം. ഉണ്ടോ? കൊള്ളാവുന്ന പണിയല്ലേ? എന്താ പറ്റുന്നേ? തിരിച്ചറിവില്ല. കൊച്ചിനെ കുറ്റം പറയാനൊക്കത്തില്ല. അവന് തിരിച്ചറിയില്ല ഇതെന്താ പറയേണ്ടത്. അവനീ പറഞ്ഞതിന് അങ്ങ് അനുകരിച്ചു. മറ്റേ സിനിമയിലെ ആ ഡയലോഗ് കണ്ടപ്പോഴേ ഇവന് തോന്നി, കൊള്ളാം, ഇതുപോലെ ഒന്ന് അനുകരിച്ചാ കൊള്ളാമെന്ന് തോന്നി. അവനങ്ങ് അനുകരിച്ചു കൊടുത്തു. ഞങ്ങൾ പദ്ധതി വായിച്ചില്ലയോ? ചിലരാണ്ട് ഈ കഴുത്തേലെ കുരുക്കിട്ട് അഭിനയിച്ച് പല പിള്ളേർ മരിച്ചു പോയിട്ടില്ലേ അല്ലേ? അനുകരിച്ചതാ. അപ്പോഴേ ഈ മറ്റുള്ളവർ ചെയ്യുന്ന പലതിനെ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ശ്രദ്ധ വേണം, ഇത് കൊള്ളാവുന്നതാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് പലതിലും പിള്ളേരെ ആവശ്യമില്ലാതെ അനുകരണത്തിലേക്ക് പോയി ജീവിതം നശിപ്പിക്കുന്നു. അപ്പൊ തെറ്റായ ഒരു അനുകരണവും നമുക്ക് അനുകരിക്കേണ്ട എന്താ? നിങ്ങൾ ഇന്ന് പ്രാവശ്യം പുസ്തകം വാങ്ങിച്ചിട്ട് പോകണം, റംബാച്ചിന്റെ പുസ്തകം വാങ്ങിച്ചിട്ട് പോകണം, അത് വായിക്കണം. അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ അനുകരിക്കണം. പ്രാർത്ഥിക്കുന്നത് അനുകരിക്കണം, നോമ്പ് നോക്കുന്നത് അനുകരിക്കണം, ഉപവസിക്കുന്നത് അനുകരിക്കണം, വേദപുസ്തകം വായിക്കുന്നത് അനുകരിക്കണം. നിർഭാഗ്യവശാൽ ഇപ്പൊ ചെയ്യുന്നതെന്നറിയാമോ? നല്ല കാര്യങ്ങളെ ഒന്നും അനുകരിക്കുന്നില്ല. ചീത്ത കാര്യങ്ങളെ അനുകരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ കുട്ടികൾക്കിപ്പം. നിങ്ങളുടെ കാര്യം ഞാൻ പറയല്ല, പൊതുവേ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ചീത്ത കാര്യങ്ങളെ അനുകരിക്കുക. ഇന്റർനെറ്റ്, മൊബൈല്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഇപ്പൊ വീട്ടിൽ നിന്ന് ദൂരെ പോയേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ ഒരു മൊബൈൽ വേണം. ഈ മൊബൈലിനകത്ത് ക്യാമറ വേണോ? നിർബന്ധം വല്ലതും ഉണ്ടോ? ഇല്ല, ആവശ്യമില്ല. നമുക്ക് എന്തിനാ ക്യാമറ? മൊബൈലിനകത്ത് ക്യാമറയുടെ ആവശ്യം വല്ലതും ഉണ്ടോ? ആവശ്യമില്ല. അത് കൊണ്ടു നടന്നിട്ടാണ് ദോഷം ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് വീട്ടിൽ നിന്ന് ദൂരെ പോവുകയാണെങ്കിൽ, ചിലപ്പോൾ യാത്രയിലൊക്കെ ആണെങ്കിൽ, എൻ്റെ ഒരു മോള് പീരുമേട്ട് കോളേജിൽ പഠിക്കുന്നുണ്ട് എഞ്ചിനീയറിങ്ങിന്. അവൾ അവിടെ നിന്ന് യാത്ര തിരിച്ചാൽ വീട്ടിൽ വരാൻ 5-6 മണിക്കൂർ എടുക്കും. ഒരു പെങ്കൊച്ചല്ലേ,
അവൾ യാത്രയിൽ എവിടെ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ വേണം. അവൾക്ക് മൊബൈലുണ്ട്, ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, മോളെ എവിടം വരെ ആയി. നമ്മൾ കുഞ്ഞുങ്ങൾ ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയണം, ആ അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതുകൊണ്ട് നടന്നേച്ച് പെൺപിള്ളേരുടെ എല്ലാം പടമെടുക്കാനോ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ ജീവിതത്തിന് നമുക്ക് ചില നിഷ്ഠകൾ വരാൻ ഇടയാകണം. ആ നിഷ്ഠകളാണ് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത്. അല്ലാതെ മാർക്ക് മാത്രമൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത്. സദാചാരം, നന്മ, നല്ല ശീലങ്ങൾ, നല്ല അടിസ്ഥാനങ്ങൾ, നല്ല ചിട്ടകൾ ഉണ്ടെങ്കിലുണ്ടല്ലോ ആരും പരാജയപ്പെടത്തില്ല. ചില പിള്ളേർ വന്നിച്ച് പറയും, അച്ഛാ ഞാൻ ഒത്തിരി പഠിച്ചു, രാവിലെ എഴുന്നേറ്റ് പഠിച്ചു, പാതിരാത്രിയിലൊക്കെ ഇരുന്ന് ഞാൻ പഠിച്ചു, എന്നിട്ട് എനിക്ക് മാർക്ക് കുറവാണ്, എനിക്ക് അങ്ങോട്ട് ഇങ്ങനെ പഠിച്ചിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ മാർക്ക് കിട്ടിയില്ലെങ്കിലും നിനക്കിനിയിപ്പോ ഒരു ജോലി കിട്ടിയിട്ട് വെളുപ്പിനെ പോകേണ്ട ഒരു ജോലിയാണെന്ന് വിചാരിച്ചോ, ഈ കുട്ടിക്ക് പോകാൻ മനപ്രയാസം വരുവോ? വരത്തില്ല. എന്തുകൊണ്ടാ? നേരത്തെ എണീറ്റ് പരിചയിച്ചു. അപ്പൊ നല്ല ചില ശീലങ്ങൾ നമുക്ക് കിട്ടാല് ചിലപ്പോ അന്നേരം ഒരു പ്രയോജനമൊന്നും കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ അത് പ്രയോജനമാണ്. ഒരു കൊച്ചു 11-12 മണി വരെ ഇരുന്ന് പഠിച്ചു, ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോഴ് 12 മണി വരെ പഠിച്ചതിനനുസരിച്ച് മാർക്ക് കിട്ടി കാണത്തില്ല. പക്ഷെ അതിനൊരു ജോലി കിട്ടിയപ്പോൾ അതിന് ഷിഫ്റ്റ് എത്ര മണി മുതലാണ്? ഇപ്പൊ പല ഷിഫ്റ്റിലൊക്കെ ജോലി ഉണ്ടായോ? 3 മണി മുതൽ രാത്രി 11 മണി വരെ, അല്ലെ വൈകിട്ട് 2 മണി മുതൽ 11 മണി വരെ അത് ജോലി ചെയ്യണം. അവക്ക് പ്രയാസം വല്ലതും വരുവോ? ഒരു പ്രയാസവും ഇല്ല. 11-12 മണി വരെ പഠിച്ച് പരിചയിച്ചത് ആ കുഞ്ഞ്. നേരെ മറിച്ച് 8 മണിക്ക് കിടക്കുന്ന ഒരാളാണെങ്കിലോ ആ ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നല്ല ചില ശീലങ്ങൾ നമ്മൾ പരിചയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയവും വരത്തില്ല. അത് ഭാവിയിൽ നമുക്ക് പല രീതിയിൽ പ്രയോജനപ്പെടും. അതുകൊണ്ട് നല്ല ശീലങ്ങൾ. അപ്പൊ കർത്താവ് അവിടെ ദേവാലയത്തിൽ ചെന്ന് മറ്റാരുടെയും കൂടെ ഒരു ചീത്ത കൂട്ടുകെട്ടിലും പോകാതെ കർത്താവ് വേദപുസ്തകവും ന്യായപ്രമാണവും പങ്കിടുന്ന ശാസ്ത്രിമാരോടിരുന്ന് കൂട്ടായ്മ ആചരിച്ചതുപോലെ നിങ്ങളുടെ ഈ പ്രായം ഒരു നല്ല ചിട്ടയുണ്ടാകണം, നല്ല കൂട്ടുകാരുണ്ടാകണം. തെറ്റായ കൂട്ടുകെട്ടാണ്, നമ്മൾ അവരെ ആരെയും വെറുക്കുമൊന്നും വേണ്ട, പക്ഷെ അവരുടെ കൂട്ടത്തിൽ പോകാൻ ഇടയാകരുത്. ചില കാര്യങ്ങള് നോ പറയാനുള്ള ധൈര്യം വേണം. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ചിലപ്പോ ഈ മൊബൈലിൽ വരുന്ന ചില മെസ്സേജസ് പോലും ടിൻറ്റുമോന്റെ ജോക്സ് ഒക്കെ ഉണ്ടല്ലോ, അല്ലേ? ചില ജോക്സ് ഒക്കെ നല്ലതാ, ചില ജോക്സ് ഒക്കെ വൃത്തികെട്ട ജോക്സുകളാണ്. ആ തമാശക്കകത്തിലൊക്കെ കുറച്ച് ആവശ്യമില്ലാത്ത, കുഞ്ഞുങ്ങൾക്ക് ഒന്നും അത്രയൊന്നും ആവശ്യമില്ല. പ്രായമുള്ളവർക്ക് ആകാവുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് ഒട്ടും ആവശ്യമില്ലാത്തതാ. ഇങ്ങനെയുള്ളതിലൊക്കെ ചില കുഞ്ഞുങ്ങളൊക്കെ ചെന്ന് വീഴും. അങ്ങനെ വീണാണ് പല കുട്ടികളും പിന്നെ പല തിന്മയിലേക്ക് പോകാൻ ഇടയാകുന്നത്. അവിടെ നിങ്ങളുടെ ഈ പ്രായം പ്രത്യേകിച്ചും സൂക്ഷിച്ചു കൊള്ളണം. ഇന്റർനെറ്റ്, അതുപോലെ സിനിമ, അതുപോലെ മൊബൈല്, TV, ഇതിനൊന്നും അഡിക്റ്റ് ആകരുത്. അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാവോ? എന്താ? അടിമയായി പോവുക, അത് തന്നെ. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും TV കാണുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഠിക്കേണ്ട സമയത്ത് TV കാണണം നിർബന്ധം പിടിച്ചാലോ? അപ്പോൾ ജീവിതത്തിന് ചിട്ട വന്നു കഴിഞ്ഞാൽ ആ ചിട്ടയാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. ആ ചിട്ട തെറ്റിപ്പോയോ പഠിക്കാൻ മിടുക്കൊരു പോലും വഴിതെറ്റിപ്പോയി. വളരെ പഠിക്കാൻ മിടുക്കരായ ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ വഴിതെറ്റിപ്പോയി. നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് കോളേജിൽ പോയ ചില പിള്ളേരൊക്കെ ഉണ്ട്, അടിമുടി അവരുടെ ജീവിതം പോയി. എന്തുകൊണ്ടാ? ജീവിതത്തിന് ചിട്ട നഷ്ടപ്പെട്ടു പോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലുള്ള കൂട്ടുകെട്ടിലൊക്കെ വീണു പോകാനായിട്ട് സാധിച്ചു. അങ്ങനെ അവരുടെ ജീവിതം പോയി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം, പിന്നെ നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ട് ചോദിക്കാം. 5-ാമത്തെ ഒരു കാര്യം, അവിടെ യേശുമ്പുരാനും മറിയാമിന്റെയും യൗസേപ്പിന്റെയും കൂടെ തിരികെ നസ്രയത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോഴേ അവിടെ കൂടുതൽ വിശദീകരണമൊന്നും ഇല്ലെങ്കിലും ഞാൻ പറയും, കർത്താവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നമ്മൾ മറ്റുള്ളവരെ കൂടെ കരുതുന്ന ഒരു ജീവിതം നമുക്ക് വേണം. നമ്മളെ കുറിച്ച് മാത്രം ഒരു ജീവിതം വിജയിക്കുന്ന എങ്ങനെയെന്നറിയാമോ? അവരവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കുക. നിങ്ങൾ കൊച്ചിലേ മുതലേ അങ്ങനെ ഒരു അടിസ്ഥാനം കൂടി ഇടണം. അതൊന്നും ഇപ്പൊ പള്ളിക്കൂടത്തിൽ കിട്ടുന്നതല്ല.
പള്ളിക്കൂടത്തിലെ വിചാരം എന്നറിയാമോ? നിങ്ങൾ തന്നെത്താനെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകമായിപ്പോ. ഞാൻ പണ്ട് ഒരു റേഡിയോയിൽ ഒരു ചെറിയ കഥ കേട്ടു. ആ റേഡിയോയിലെ കഥയില് ഞാൻ ചിലപ്പോൾ കാർ ഓടിക്കുമ്പോൾ റേഡിയോ വെക്കാൻ വേറെ സമയമില്ല, റേഡിയോ ഉണ്ട് അതിനകത്തുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് ചില നല്ല റേഡിയോ പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾ ഒക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, വീട്ടിൽ റേഡിയോ ഉണ്ടെങ്കിൽ പലപ്പോഴും റേഡിയോ കേൾക്കുന്നതാണ് ഈ ടി വിയേക്കാൾ നല്ലത്. ടി വിക്കകത്ത് ഒന്നുമില്ല കേട്ടോ. കുറെ ഇളക്കം കാണിക്കുന്ന, കുറെ ബഹളം കാണിക്കുന്ന, കുറെ ഫാഷൻ കാണിക്കുന്ന അല്ലാതെ റേഡിയോയ്ക്കകത്ത് നല്ല പ്രഭാഷണങ്ങളുണ്ട്, നല്ല അറിവ് തരുന്നുണ്ട്. അത് തന്നെയല്ല, അതിനകത്ത് നമുക്ക് കേൾക്കുന്നതായതുകൊണ്ട് ഈ വേണ്ടാതനങ്ങളൊന്നും നമുക്ക് കാണേണ്ടി വരത്തില്ല. വേണ്ടാതനമൊന്നും അതിനകത്ത് ഇല്ല താനും, റേഡിയോ ആയതുകൊണ്ട്. ഈ കാണാൻ ഒക്കുന്നതുകൊണ്ടാണ് ഈ ടി വിക്കകത്ത് എല്ലാ വേണ്ടാതനവും കാണും. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ റേഡിയോ പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ നല്ലതായിരിക്കും. റേഡിയോയിൽ അനേക കാര്യങ്ങൾ എന്റെ അനുഭവം കൊണ്ട് പറയാം. ഞാൻ ടി വി കാണാൻ സമയവും ഇല്ല, എനിക്കൊരു ടി വി കാണാനുള്ള നിർബന്ധവും ഇല്ല, കാണാറുമില്ല. ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ചിലപ്പോൾ ടി വി ന്യൂസ് വല്ലതും കണ്ടെന്നിരിക്കും. പക്ഷെ റേഡിയോയില് നല്ല നല്ല പ്രഭാഷണങ്ങൾ, നല്ല അറിവ് തരുന്ന, നമ്മളെ ഈ ടി വിയുടെ കൂട്ട് ഇക്കിളിപ്പെടുത്തുന്ന ഒന്നുമില്ല. ഇക്കിളിപ്പെടുത്തുന്ന ഡാൻസുകള്, ഇങ്ങനെയുള്ള ഇളകി ആടുന്ന ഡാൻസുകള്, ഇതൊന്നും റേഡിയോയ്ക്കകത്ത് അതൊന്നുമില്ല. നല്ല ചിന്തകൾ, നല്ല പ്രഭാഷണം. ഒരിക്കൽ ഞാൻ കേട്ടതാണ്, ഒരു കൊച്ചു നല്ല മിടുക്കൻ കൊച്ചിനാ. ഈ മിടുക്കൻ കൊച്ചിന് നല്ല കാര്യമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ അവന്റെ വീട്ടിൽ അവന്റെ അമ്മ അവനെ സമ്മതിച്ചില്ല. അമ്മ ഈ കൊച്ചിന് അങ്ങ് മിടുക്കനാകണം, പഠിച്ചങ്ങ് വലിയവനാകണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അപ്പൊ ഈ കൊച്ചൻ പള്ളിക്കൂടത്തിൽ ചെന്നപ്പോഴേ, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ അവന്റെ കൂടെ പഠിച്ച ഒരു കൊച്ചന്റെ അപ്പന് ക്യാൻസറാണ്. അപ്പൊ ഈ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു, എല്ലാരും സാറുമാരോടും പിള്ളേരോടും ഒക്കെ ചോദിച്ച് ചെറിയ കാശൊക്കെ പിരിച്ച് ഈ കൊച്ചനെ സഹായിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇവനും അതിന്റെ കൂട്ടത്തിൽ കൂടാൻ പോയി. എന്നിട്ട് ഇവൻ വീട്ടിൽ വന്ന് മമ്മിയോട് ചോദിച്ചു, മമ്മി എല്ലാവരും ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ആ ക്യാൻസർ വന്ന ആ ആളിനെ സഹായിക്കാനായിട്ട് ഇങ്ങനെ പലരോടും ഒക്കെ പൈസ ഒക്കെ ചോദിക്കാൻ പോന്നു, ഞാനും അവരുടെ കൂട്ടത്തിൽ ഒന്ന് പോട്ടെ. ഉടനെ ഈ അമ്മയെ പറഞ്ഞെന്നറിയാം, മോനെ നീ നിന്റെ കാര്യം നോക്കിക്കോണം. ചിലപ്പോ നിങ്ങളുടെ വീട്ടിലും പറയുന്നുണ്ടായിരിക്കും അല്ലേ, നിന്റെ കാര്യം നോക്കിക്കോണം, നീ പഠിച്ചോണം, നീ ഇപ്പൊ ഇതൊന്നും ചെയ്യണ്ട. അപ്പൊ ആ കുഞ്ഞ് അതൊന്നും ചെയ്തില്ല, അവൻ പഠിച്ചു. പിന്നെ അവനൊരു 7ാം ക്ലാസ് ആയി. 7ാം ക്ലാസ് ആയപ്പം പള്ളിക്കൂടത്തിന് മുമ്പിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയാണ്. അപ്പൊ പിള്ളേരെല്ലാം കൂടെ ഓലയൊക്കെ കൊണ്ടുവന്ന് അവർ തന്നെത്താൻ ഈ വെയിറ്റിംഗ് ഷെഡൊക്കെ പണിയാൻ തീരുമാനിച്ചു. അപ്പൊ അവിടെ പള്ളിക്കൂടത്തിലെ NSS ഉണ്ടല്ലോ അല്ലേ അങ്ങനെ അല്ലേ, നാഷണൽ സർവീസ് സൊസൈറ്റി, അതെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വെയിറ്റിംഗ് ഷെഡ് പണിയാൻ തീരുമാനിച്ചു. അപ്പോഴും ഈ മോൻ ചെന്നേച്ച് മമ്മിയോട് ചോദിച്ചു, മമ്മി ഞാൻ അവരുടെ കൂടെ പോയി വെയിറ്റിംഗ് ഷെഡൊക്കെ ഒന്ന് പണിയട്ടെ. അപ്പോഴും മമ്മി പറഞ്ഞു, മോനെ നിന്റെ കാര്യം നീ നോക്കിക്കോണം. ഈ കൊച്ചു നല്ല മിടുക്കനാ, അവനത് അമ്മ പറഞ്ഞു ഞാൻ കേട്ടു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അനുസരിക്കുമ്പോൾ ചിലപ്പോൾ ദോഷം വരും, തെറ്റായിട്ടുള്ളത് അനുസരിച്ച് കഴിയുമ്പോഴേ. പക്ഷെ അമ്മമാരതൊന്നും ഓർക്കുകയില്ല. അപ്പൊ ഈ കുഞ്ഞ് അതങ്ങ് കേട്ടു. അത് കഴിഞ്ഞ് അവന് 9ാം 10ൽ ആയപ്പോഴേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട്, ബ്ലഡ് കൊടുക്കാനൊന്നും അല്ല ആ പ്രായത്തില്, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഓരോരുത്തരുടെ ഗ്രൂപ്പ് അറിയുന്ന നല്ലതല്ലേ. അപ്പൊ അതുകൊണ്ട് അത് NSSന്റെ ആഭിമുഖ്യത്തില്ല, ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാൻ. അതങ്ങനെ ടെസ്റ്റ് ചെയ്ത് വെച്ചേക്കാം, പിന്നെ വല്ല ആവശ്യം വരുമ്പോ ഉപയോഗിച്ചാൽ മതിയല്ലോ. അന്നേരം മമ്മി പറഞ്ഞു, ഇതൊന്നും നീ ചെയ്യേണ്ട, നിന്റെ കാര്യം നോക്കിയാൽ മതി. കുഞ്ഞ് അവന്റെ കാര്യം നോക്കി മിടുക്കനായിട്ട് അവൻ അങ്ങ് പഠിച്ചു. അവന് ചുരുക്കി പറയാൻ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പം അവന് ബോംബെയിൽ ഒരു കമ്പനി നല്ല ജോലി കിട്ടി. അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇവന്റെ വീട്ടിൽ എന്തറിയോ, ഇവന്റെ അമ്മ കുളിമുറിക്കകത്ത് ഉരുണ്ട് വീണ് കൈ ഒടിഞ്ഞ് ആശുപത്രി പോയി കിടക്കുക. അപ്പൊ ആശുപത്രി കിടന്നപ്പോഴേ ഈ അമ്മയ്ക്കൊരാഗ്രഹം, മോൻ വന്ന അമ്മയുടെ കൂടെ ഇച്ചിരി സമയം 2 ആഴ്ച നിന്നിരുന്നെങ്കിൽ. അപ്പൊ അപ്പൻ അങ്ങ് ഗൾഫില്ല. അപ്പനുടനെ അവിടുത്തെ ജോലി അവധി കിട്ടാൻ എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് മോൻ വന്ന അമ്മയുടെ കൂടെ 2 ആഴ്ച നിന്നാ കൊള്ളാവുന്ന അമ്മയ്ക്കൊരാഗ്രഹം. മോനെ വിളിച്ചു, എല്ലാവർക്കും ടെലിഫോണൊക്കെ ഉണ്ടല്ലോ. മോനെ വിളിച്ചപ്പോ മോൻ പറഞ്ഞു, മമ്മി മമ്മിയുടെ കൂടെ ജോലിക്കാരി ഇല്ലയോ? ഉണ്ട് മമ്മി, എനിക്കിപ്പോ വരാനായിട്ട് ഇപ്പൊ പ്രയാസമാ. ഞങ്ങളിവിടെ നല്ല ജോലിയാണ്, പോരാങ്കിൽ ഞങ്ങളുടെ ബോസ് പറഞ്ഞു നിനക്കൊരു പ്രമോഷൻ തരാൻ പോവാ, അവിടെ നീ ഇപ്പൊ ഉടനെ എങ്ങും പോകരുത്, ഇവിടെ തന്നെ വേണമെന്ന്.
അപ്പം മമ്മി പിന്നെയും തിരിച്ചു വിളിച്ചു, മോനെ പ്രൊമോഷൻ, നീ കൊച്ചനല്ലയോ, പ്രൊമോഷനൊക്കെ നിനക്ക് ഇച്ചിരി കഴിഞ്ഞ് കിട്ടിയാലും മതി. മമ്മി ഇങ്ങനെ ആശുപത്രി കിടക്കുമ്പോ ആരുമില്ലല്ലോ, മോൻ എന്റെ കൂടെ വന്ന് 2 ആഴ്ച നിൽക്കേ. പിന്നെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴേ ഈ മോൻ ആ മമ്മിയോടൊരു ചോദ്യം ചോദിച്ചു. മമ്മി അല്ലയോ പണ്ട് എന്നോട് പറഞ്ഞത് നിന്റെ കാര്യം നോക്കിക്കോണോ? ഇപ്പൊ എന്താ മമ്മി തിരിച്ചു പറയുന്നേ? അപ്പൊ ഇപ്പോഴത്തെ ലോകത്തില് ചിലപ്പോ നമ്മളെയൊക്കെ വളർത്തുന്നത് എങ്ങനെയെന്നറിയാമോ? നമ്മുടെ കാര്യം മാത്രം നോക്കാൻ. ജീവിതം വിജയിക്കുവോ? ഒടുവിൽ അപ്പനെയും അമ്മയും നോക്കിയില്ല. വല്യപ്പനും വല്യമ്മമാരും വൃദ്ധമന്ദിരത്തിലായി ഇപ്പൊ അനേകം പേര് താമസിക്കാൻ പോകുന്നേ. അവനവന്റെ കാര്യം നോക്കി മാത്രം കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളുടെ രീതിയും തെറ്റാ. അത് മാതാപിതാക്കളോട് പറയേണ്ടത്, നിങ്ങളോട് പറയുന്നില്ലത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴും നമ്മളാ കഴിയുന്ന നന്മകൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളെ, പഠിക്കാൻ മിടുക്ക് കുറഞ്ഞവർ കാണും, പ്രയാസമുള്ളവർ കാണും. കൊച്ചിലെ മുതലേ, നമ്മുടെ ഈ പ്രായത്തിൽ മുതലേ മറ്റുള്ളവർക്ക് എന്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ചെയ്യാൻ കഴിയും, അത് ചെയ്ത് ജീവിക്കാവോ, ജീവിതം വിജയപ്രദമായിരിക്കും. അപ്പം 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ജീവിതം വിജയപ്രദമാകുന്നത് മാർക്ക് വാങ്ങിച്ച് ജോലി നേടി സമ്പാദ്യം നേടി കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടുന്നതൊന്നുമല്ല. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതം വിജയപ്രദമായി നമുക്ക് കൊണ്ടുപോവാം. അതിനെന്ത് വേണം? ഒരു ധാർമ്മിക അടിസ്ഥാനം വേണം. മാറ്റമില്ലാത്ത ചില നിയമങ്ങൾ, അതാ ധർമ്മം എന്ന് പറഞ്ഞു. അത് മാറ്റാനൊക്കത്തില്ല. കാലം കഴിഞ്ഞാലൊന്നും അത് മാറ്റാനൊക്കത്തില്ല. ഈ ധർമ്മത്തിലാണ് നമ്മുടെ സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചം പോലും നിൽക്കുന്നത് ഒരു നിയമത്തിലാണ്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? സൂര്യൻ ഈ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ്. അതിനെ ചുറ്റി ഈ ഗ്രഹങ്ങളെല്ലാം കറങ്ങുന്നു. ആ ദിശ തെറ്റിപ്പോയെങ്കിൽ ജീവിതം പോയി. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചാൽ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. നമുക്ക് മഴ മാത്രമേ ഉള്ളെങ്കിൽ ജീവിക്കാൻ ഒക്കെയില്ല. നമുക്ക് വെയിൽ മാത്രമേ ഉള്ളെങ്കിൽ ജീവിക്കാൻ ഒക്കെയില്ല. ജീവിതത്തിനൊരു ക്രമമുണ്ട്. ആ ക്രമം നിലനിർത്തുമ്പോഴാണ് ജീവിതം സന്തോഷപ്രദമാകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം ക്രമം നിലനിർത്താനായിട്ട് നസ്രയത്തിലെ യേശുതമ്പുരാൻ പെസഹാ പെരുന്നാളിന് പോയ സംഭവം വെച്ചുകൊണ്ട് ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ജീവിതം വിജയമാണ്. അങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ വളർത്തേണ്ടത്. 5 കാര്യങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒന്നാമത്തത്, പിതാവിനോടൊപ്പം ദൈവത്തോടൊപ്പം വസിക്കുക. രണ്ടാമത്, ഗുരുക്കന്മാരോടുള്ള ബന്ധം ആദരിച്ചും ബഹുമാനിച്ചും അവരിൽ നിന്ന് കേട്ടും പഠിച്ചും വളരുക. മൂന്നാമത്, മാതാപിതാക്കന്മാരോടുള്ള അനുസരണത്തിലും അവരോടുള്ള ബന്ധത്തിലും ജീവിക്കുക. നാലാമത്, എന്താ പറഞ്ഞത്? തെറ്റായ ഉല്ലാസങ്ങളുടെ പുറകെ പോകാതെ ചിട്ടയോടെ ജീവിതത്തെ ക്രമീകരിക്കുക. നല്ല ചിട്ട വേണം, നല്ല ഡിസിപ്ലിൻ ജീവിതത്തിന് വേണം. തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോകാൻ നമുക്ക് ഇടയാകരുത്. ആ തെറ്റായ കൂട്ടുകെട്ടുകൾ വഴുന്ന ചില വഴികളൊക്കെ ഞാൻ പറഞ്ഞു. മൊബൈല്, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, TV, ഇതൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ ഒക്കത്തില്ല. ഇതെല്ലാം വേണം, അധികമായി പോകരുത്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് വിവേചനത്തോടെ തെരഞ്ഞെടുത്ത് ബന്ധപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരച്ചടക്കമുള്ള ഒരു ജീവിതം വേണം. 5ാമത് ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൂടെ പ്രയോജനം ഉണ്ടാകും. നമ്മുടെ അറിവ് പങ്കിടണം. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള്, ചില കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാതെ പോയായിരിക്കും. ഞാൻ ഓർക്കുന്നു, ഞാൻ വലിയ കാര്യം ചെയ്യുമെന്ന് പറയല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എന്റെ കൂടെ പഠിച്ച ഒരു കൊച്ചിന് ബ്ലൈൻഡ് ആയിരുന്നു. അന്ന് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് പ്രത്യേക സ്കൂളൊന്നുമില്ല. അപ്പം അവന് ബോർഡിൽ എഴുതുന്നൊന്നും കാണാൻ വയ്യ. പക്ഷെ ആൾക്കാരെ ഏകദേശമൊക്കെ ഒന്ന് കാണാം. എനിക്കറിയാൻ വയ്യ, എനിക്കത് നന്മയാണെന്നാ വിചാരിച്ചത്. ഞാൻ എളുപ്പം എഴുതുമായിരുന്നു. അവന്റെ സ്ലേറ്റിനകത്ത് ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവൻ. അവൻ ഇപ്പോഴും ഉണ്ട്. അവൻ വിവാഹം കഴിച്ചു, മക്കൾ 2 പേരുണ്ടായി. വല്ലപ്പോഴും അവനെ കാണും. അവൻ എപ്പോഴും പറയും എന്റെ കാര്യം, അയ്യോ തോമസ് ആണ് എനിക്ക് എഴുതാൻ എനിക്ക് പറഞ്ഞു തന്നത്, എന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എല്ലാം തോമസ് ആണെന്ന് പറഞ്ഞ് ഇപ്പോഴും കാണുന്നവരൊക്കെ പോയി, അച്ഛന് എന്റെ വീട്ടിലെ അച്ഛൻ എന്റെ കൂടെ പഠിച്ചതാ, ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ
എനിക്കറിയാൻ വയ്യ, ഞാൻ വലിയ പരിശുദ്ധനായതുകൊണ്ടൊന്നും അല്ല. എന്തോ എന്റെ തൊട്ടടുത്ത് അവനിരുന്നത് ശശിധരൻ നായർ. അപ്പൊ അവന് ബോർഡ് ഞാൻ എളുപ്പം എഴുതുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവന് ഞാൻ എഴുതി കൊടുക്കും. ഒരു ദോഷവും വരത്തില്ല കുഞ്ഞുങ്ങളെ. ഇപ്പൊ പറയുന്നതറിയാം, ആരെയും അതുകൊണ്ട് പള്ളിക്കൂടത്തിൽ കോപ്പി അടിക്കാൻ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ, അങ്ങനെയുള്ള സഹായം ഒന്നും ചെയ്യണ്ട. പക്ഷെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴ്, ദിവസവും പഠിക്കുമ്പോഴ് നാം അത്രയും മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിച്ചു കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളാ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്കൂടെ നന്മ ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതം വളരെ സന്തോഷമായിരിക്കും. അതുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കാൻ കുറെ നാള് കഴിഞ്ഞ് വിജയപ്രദമാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, ഓരോ ദിവസവും വിജയപ്രദമാകും. ആ വിജയപ്രദമാകണമെങ്കിൽ ഈ പറഞ്ഞ 5 ധർമ്മങ്ങൾ നമ്മൾ ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞാൽ ജീവിതം സന്തോഷപ്രദമാകും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ വളരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.